ദൈവസന്നിധിയിൽ നമ്മൾ ഇന്ന് പകൽ നേരം ഒരുമിച്ചായിരിക്കുമ്പോൾ സ്തോത്രം, ഉപവാസ പ്രാർത്ഥനയുടെ ദിനം, കർത്താവിന്റെ പാദപീഠത്തിൽ സ്തോത്രം, കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ദാനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ കരത്തിലേക്ക് സ്തോത്രം ഒരു ദിവസം കൂടെ ഉപവസിച്ച് വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. സ്തോത്രം, ഈ ദിവസങ്ങളിലെല്ലാം പല പ്രോഗ്രാമുകളിലൂടെ പോകുവാനെല്ലാം കർത്താവ് സഹായിച്ചു. ആത്മീകമായ നിലവാരങ്ങളിലൂടെ സ്റ്റെപ്പുകളെ വെക്കുവാനൊക്കെയും സ്വർഗം നമ്മളെ ബലപ്പെടുത്തി നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അതിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സ്തോത്രം, കർത്താവിന്റെ വലിയ കൃപ നമ്മളോടുകൂടി ഉണ്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ എല്ലാ ലക്ഷണങ്ങളും സംഭവങ്ങളും രാഷ്ട്രീയ, സാമൂഹിക, സ്തോത്രം, മതമേഖലകളിലെല്ലാം ഒരുപോലെ പ്രതിബിംബിക്കുമ്പോൾ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, നമ്മുടെ വീണ്ടെടുപ്പ് വളരെ അടുക്കലാണായിരിക്കുന്നത്. ഇന്ന് പകൽ നേരം നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ആ പ്രത്യാശയുള്ളവർ നമ്മൾ ഒരുക്കത്തോടുകൂടി ആയിരിക്കണം, ബലത്തോടുകൂടി ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആരംഭത്തിലെ പാട്ട് തന്നെ നമ്മൾ പാടി തുടങ്ങിയത് ആ നിലവാരത്തിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, സ്വന്തം അടയാളങ്ങൾ കാണുന്നുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ അല്ലേ? സ്വന്തം മദ്യവാനിൽ നാം എടുക്കപ്പെടുവാറായി. സ്തോത്രം, അങ്ങനെ നമ്മൾ കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുവാനുള്ള കാലം തികഞ്ഞിരിക്കുകയാണ്. നമ്മൾ ദൈവസ്ഥാനത്തിൽ ഒരുക്കപ്പെടണം. വ്യക്തിപരമായി ഒരുങ്ങേണ്ട സമയമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. എന്നാൽ ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിൽ അല്പനേരമായി ചില വചനങ്ങളെ ചിന്തിക്കുവാനും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഒരു ഉണർവായി തീരുവാനും സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. ഒത്തിരി വ്യാജമായ പല സുവിശേഷങ്ങളും പല പ്രചരണങ്ങളും സ്തോത്രം പലയിടത്തും ശക്തമായി പ്രബലപ്പെടുമ്പോഴാണ് സത്യവചനത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞ കാര്യം തന്നെയാണ്. സ്തോത്രം, ഈ നാളുകളിൽ ദൈവവചനത്തിലെ സത്യങ്ങളല്ല ജനം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇതിന്റെ പുറമോടിയായി പല കാര്യങ്ങളും നടക്കുന്നു. അതിനാണ് പലരും പ്രാധാന്യമേറെയായി കൊടുക്കുന്നത്. ആമേൻ. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലഘട്ടം നോക്കുമ്പോൾ ആരംഭ കാലഘട്ടത്തിൽ ജനത്തെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, കാര്യം യേശു ക്രിസ്തു ആകുന്നു എന്ന് വെളിപ്പെടുത്തുവാനാണ് യഥാർത്ഥത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ക്രിസ്തുവിന്റെ കയ്യാൽ സംഭവിച്ചത്. അതിനുശേഷം ആ കർത്താവ് 1-2 വർഷം അത് ആരംഭത്തിൽ നടന്നതിന് ശേഷം പിന്നീട് സംഭവിച്ച കാര്യം യഥാർത്ഥമായ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച്, സ്വർഗീയ പിതാവിന്റെ കൽപ്പനയെക്കുറിച്ച് ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തു പ്രവേശിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ പ്രവേശനത്തിലാണ് കർത്താവിനെ അനേകർ വിട്ടിട്ട് പോകാൻ ഇടയായി തീർന്നത്. 120 പേരോളം സ്തോത്രം 500-ലധികം ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ. എന്നാൽ അതിൽ ഏറ്റവും കർത്താവിനോട് അടുത്തിരുന്ന അപ്പോസ്തലന്മാരാണ് 12 പേര്. ബാക്കിയുള്ളവര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ നിന്നുവെങ്കിലും പല അത്ഭുതങ്ങൾ കണ്ടും അടയാളം കണ്ടും പല കാര്യങ്ങൾ കണ്ടും കേട്ടും കർത്താവിനെ അനുഗമിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവര് പ്രതീക്ഷിച്ച യേശുവിനെ അല്ല സ്വന്തം കർത്താവ് തന്റെ വചനത്തെ, തന്റെ സത്യത്തെ വെളിപ്പെടുത്തിയപ്പോൾ സ്വന്തം അനുഗമിച്ച ജനം ക്രിസ്തുവിനെ വിട്ടിട്ട് പോകാൻ ഇടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമാണ്, യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട ഉടനെ ജനത്തിന്, യഹൂദന്മാർക്കാകട്ടെ കൂടെ അനുഗമിച്ച ജനത്തിനാകട്ടെ, അവർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവർ ചിന്തിച്ചത്, ഇവർ ഞങ്ങളെ ചുടുചോര കുടിപ്പിക്കുവാനും മനുഷ്യ മാംസം തിന്നുവാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെയാണ് അവർ ആ കർത്താവിന്റെ വചനത്തെ കേൾക്കാൻ ഇടയായി തീർന്നത്. എന്നാൽ വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവസഭയ്ക്ക് കൊടുത്ത വചനമായിരുന്നു എന്ന് അവരെ ഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന്റെ അപകടം വളരെ വലുത് തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ അനുഗമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പൊയ്ക്കോ, അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചു പൊയ്ക്കോ എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. അന്നു മുതൽ വലിയൊരു ജനം കർത്താവിനെ ഉപേക്ഷിച്ചു പോകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അപ്പോൾ ആരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ, കർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്ന ജനത്തെ കണ്ടുകൊണ്ട് കർത്താവ് ദുഃഖിക്കുന്നില്ല. കർത്താവിന്റെ വ്യവസ്ഥയിൽ നിൽക്കാത്തവൻ കർത്താവിൽ നിന്ന് പിന്മാറിപ്പോയതാൽ കർത്താവ് അതിനെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു കർത്താവല്ല നമ്മുടെ ദൈവം എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ വ്യവസ്ഥകൾ മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ അതിരിൽ നിന്ന് കടന്നു പോകുന്ന ഒരുവന് പിതാവും പുത്രനുമില്ല. അപ്പോൾ ക്രിസ്തു ഉപദേശിച്ച ഉപദേശം വിട്ടുപോകുന്ന ഒരു വ്യക്തിക്ക് സ്വർഗീയ പിതാവുണ്ടെന്ന് ഒരിക്കലും പറയാൻ കഴിയുന്നില്ല. ദൈവവചനം അതിന് എതിരാണ് താനും. അപ്പോൾ പലരും ഇന്ന് നമ്മളെല്ലാം പലരുടെയും ജീവിതം കാണുമ്പോൾ
നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ കൃപയിലെല്ലാം മിക്കവരും നിൽക്കുന്നത്. അവരവർക്ക് സ്തോത്രം, അവരവർക്ക് ബോധിച്ച വഴികളിലൂടെ യാത്ര ചെയ്ത് അവർക്ക് ഇച്ഛിച്ച ആഗ്രഹങ്ങൾ അവർ നിവർത്തിച്ച് അവർ മുന്നേറുകയാണ് ചെയ്യുന്നത്. അതിനെങ്ങനെ വിശ്വാസം എനിക്ക് ഗുണപ്പെടും, ദൈവത്തിന്റെ വചനം ഗുണപ്പെടും, ഉപദേശം എങ്ങനെ ഗുണപ്പെടുമെന്നുള്ള ആ വിധത്തിലുള്ള ചിന്താധാരയാണ് അനേകരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനം അങ്ങനെ അല്ല എന്ന് നമ്മൾ ഇന്ന് പറഞ്ഞാൽ തിരിച്ചറിയണം. ദൈവത്തിന് വ്യക്തമായ വ്യവസ്ഥകളും അവന്റെ സ്വന്തം കൽപ്പനകളും ചട്ടങ്ങൾക്കും മാറ്റമില്ലാത്തതുമാകുന്നു. വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ നേരം ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും അടുത്ത് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. എന്നാൽ ആ വലിയ പദ്ധതി നമ്മൾ എന്തെന്ന് നമ്മൾ ഗ്രഹിക്കണം. ആമുഖമായിട്ട് ഞാനൊരു കാര്യം നമുക്ക് വായിക്കാനുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം. സ്തോത്രം. ഇന്നലെയും അത് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. എന്നാൽ 8-ാം അധ്യായത്തിൽ സ്തോത്രം അതിന്റെ 32-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം മുതൽ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പോൾ സ്വർഗീയ പിതാവ് തന്റെ ഏകജാതനാകുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അയച്ചു തന്നു. നമ്മളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവായ ദൈവം തന്റെ ഏകജാതനാകുന്ന ക്രിസ്തുവിനെ ജഡത്തിൽ അവതരിപ്പിച്ചു. അപ്പോൾ പിതാവായ ദൈവത്തെ കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അവിടെ പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ, പുത്രനാകുന്ന യേശു ക്രിസ്തു തന്റെ പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനാണ്. പിതാവിന്റെ സകല മഹത്വത്തിനും താൻ കൂട്ടവകാശിയാണ്. പിതാവിന്റെ തേജസ്സിൽ വാസം ചെയ്യുന്നവനാണ് ക്രിസ്തു. അപ്പോൾ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കരുത്. അവനെ ആദരിക്കാതെ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. അവൻ മനുഷ്യ ശരീരം എടുത്ത് ജഡത്തിൽ അവതരിച്ച് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു. അപ്പോൾ ആ ശുശ്രൂഷയെ കുറിച്ച് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പൗലോസ് അപ്പോസ്തലൻ പിതാവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പുത്രനെ നോക്കുമ്പോൾ കാണുന്നത് സ്വപുത്രനെ ആദരിക്കാതെ. അപ്പൊ ആർക്ക് വേണ്ടിയാണ്? നാം ഓരോരുത്തരും ദൈവകൃപയിലേക്ക് വരുവാൻ, വീണ്ടെടുക്കപ്പെടുവാൻ വേണ്ടി ദൈവപുത്രനെ താഴ്ത്തുവാൻ തക്കവണ്ണം പിതാവ് പ്രസാദിച്ചു. അങ്ങനെ പിതാവായ ദൈവം സ്വപുത്രനെ ആദരിക്കാതെ എന്ന പദം വളരെ പ്രസക്തമാണ്. നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില എന്താണ്? നമ്മുടെ വീണ്ടെടുപ്പിന്റെ പ്രത്യേകത എന്താണ്? സ്വപുത്രനെ ആദരിക്കാതെ പാപത്തിന്റെ ശിക്ഷയ്ക്കായിട്ട് ലോകത്തിലേക്ക്, ദുഷ്ട ലോകത്തിലേക്ക് അയച്ചു. ആ വലിയ പദ്ധതിയെ നമ്മളൊന്ന് തിരിച്ചറിയുവാൻ ഇടയായി തീരണം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ സ്വപുത്രനെ, പിതാവിന്റെ ഏകജാതനെ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അയച്ചു. നമുക്ക് പകരക്കാരനായിട്ട് കാൽവറിയിൽ അവൻ മരിച്ചപ്പോൾ അതിക്രമക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് ദൈവപുത്രൻ തകർക്കപ്പെട്ടത് എന്നെ വീണ്ടെടുക്കേണ്ടതിന് പിതാവായ ദൈവം ചെയ്തെടുത്ത ഒരു സ്വർഗീയ പദ്ധതിയായിരുന്നു തന്റെ ഏകജാതനാകുന്ന ക്രിസ്തുവിനെ പുത്രനെ ലോകത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവപുത്രനാകുന്ന ക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്നവർ, രക്ഷിക്കപ്പെട്ടവരും മാനസാന്തരപ്പെട്ടവരും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവരും ക്രിസ്തുവിലെ വിശ്വാസം ലഭിച്ചവർ മാത്രമാണ് ഇത് വിശ്വസിക്കുന്നുള്ളൂ. ലോകം വിശ്വസിക്കുന്നില്ല, പാപികൾ ഇത് വിശ്വസിക്കുന്നില്ല. സ്വന്തം ഈ ലോകത്തിന്റെ മോഹത്തിലുള്ള ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും യേശുവിനെ ദൈവപുത്രനായിട്ട് വിശ്വസിക്കുവാൻ സാധിക്കത്തില്ല. അവരുടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞ ഒരു പടത്തിൽ അല്ലെങ്കിൽ ഒരു രൂപത്തിൽ കാണുന്ന, അല്ലെങ്കിൽ ഒരു കയ്യിലും കാലിലും മുറിവേറ്റ് ഇങ്ങനെ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഒരു ക്രിസ്തു യേശുവിനെയൊക്കെയാണ് ലോകര് മനസ്സിലാക്കിയ. അങ്ങനെ ഒരു സ്ത്രീയുടെ മടിയിൽ കിടക്കുന്നവനല്ല. നമ്മൾ പിതാവിന്റെ ഏകജാതനാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ താങ്ങിയതും നടത്തിയതും സ്വർഗത്തിലെ പിതാവ് തന്നെയാണ്. അവൻ മരിച്ചപ്പോഴും അവന്റെ പ്രാണനെ ഏറ്റുകൊള്ളുവാൻ വേണ്ടി അവരെ സ്വർഗം ഇരുന്നപ്പോൾ മനസ്സിലാക്കണം, അവനെ ലോകത്തിലേക്ക് അയക്കുവാൻ പ്രസാദിച്ച ഒരു സ്വർഗമുണ്ട്, ഒരു പിതാവുണ്ട്. അതാണ് നമ്മുടെ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ സുവിശേഷത്തിന്റെ കാതലായ സത്യമെന്ന് ഇന്ന് പകൽ നേരം അടിവരയിട്ട് എന്നെ കേൾക്കുന്ന ജനത്തെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവർ വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണേ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ നേരം ദൈവസന്നിധിയിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മെ സ്വന്തം വീണ്ടെടുക്കേണ്ടതിന് സ്വപുത്രനെ
ആദരിക്കാതെയാണ് ലോകത്തിലേക്ക് അയച്ചതെന്നത് ദൈവത്തിന്റെ വചനം വ്യക്തമായി അവിടെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ വാക്യം നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇന്ന് ഒത്തിരി പേര് നമുക്ക് എന്തൊക്കെ നൽകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടത് നിത്യജീവനാണ്, ദൈവരാജ്യമാണ്. നാം ദൈവരാജ്യ പ്രവേശനം നമ്മൾ പ്രാപിക്കണം. അതിനുവേണ്ടി ഈ ലോകത്തിൽ നമ്മൾ വിശുദ്ധിയോടും ദൈവപ്രസാദകരമാകുമാർ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം. ഇതിന് നമ്മൾ വില കൊടുത്തെങ്കിലേ മതിയാകത്തുള്ളൂ. അപ്പോൾ വില കൊടുത്തെങ്കിലേ മതിയാകത്തുള്ളൂ. രക്ഷ സൗജന്യമാണ്. ആമേൻ. പാപമോചനം സൗജന്യമാണ്. പക്ഷെ സ്വർഗപ്രവേശനം സൗജന്യമല്ല, അതിന് വില കൊടുക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവരാജ്യത്തിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വില കൊടുത്തേ മതിയാകത്തുള്ളൂ. അപ്പോൾ ചോദിക്കും, അതിന് എന്ത് വിലയാണ്? സ്തോത്രം. ആ വിലയെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്ന ജീവിത ശൈലിയിൽ നാം മുന്നേറുകയും ദൈവവചനം അനുശാസിക്കുന്നത് പലതും ജീവിതത്തിൽ അരുതെന്ന് പറഞ്ഞതിനെ ഉപേക്ഷിച്ച ജയാളികളായി മുന്നേറുന്നവർക്ക് മാത്രമാണ് ഇതിന് കൊടുക്കേണ്ട വിലയുടെ മഹത്വം എന്തെന്ന് ഗ്രഹിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വില കൊടുക്കുന്നവർക്ക് മാത്രമാണ് അക്കരെ നാട്ടിലേക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് വിശ്വസിക്കുന്നവർ വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിച്ച് മുന്നേറുവാനാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ അടുത്ത വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ വായിക്കുന്നത്, സ്തോത്രം, അവിടെ വായിക്കുന്നത്, ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. കാര്യം സ്വർഗീയ പിതാവ് നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി പ്രിയ പുത്രനെ നമ്മൾക്ക് വേണ്ടി നൽകി നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും നമ്മളിൽ നിന്ന് മോചിച്ച് നമ്മളെ നീതിമാന്മാരാക്കി തീർക്കുമ്പോൾ നമ്മളെ നീതീകരിച്ച സ്വർഗീയ പിതാവാണെങ്കിൽ ദൈവത്തിന്റെ വചനം ഇവിടെ അടിവരയിട്ട് ചോദിക്കുന്നു, നീതീകരിച്ച ദൈവമാണ്, കുറ്റം ചുമത്തുന്നത് ആരാണ്? മനുഷ്യരുടെ കുറ്റാരോപങ്ങൾ, ലോകത്തിന്റെ കുറ്റാരോപങ്ങൾ, പിശാചിന്റെ കുറ്റാരോപങ്ങൾ, ഇതൊന്നും നമ്മുടെ മേൽ നിൽക്കാതെ വണ്ണം നമുക്ക് വേണ്ടി പകരക്കാരനാകുന്ന ക്രിസ്തു ഇതിനെല്ലാം മുടിവ് വരുത്തിയെങ്കിൽ ഇന്ന് പകൽ നേരം അവനിൽ ശരണപ്പെടുന്നവരാരും ലജ്ജിച്ചു പോകുവാൻ സ്വർഗം അനുവദിക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കലും കർത്താവ് അതിനെ അനുവദിക്കത്തില്ല. അപ്പോൾ നമ്മുടെ മേൽ കിടക്കുന്ന കുറ്റാരോപങ്ങൾ, നമ്മുടെ മേൽ ശത്രുവാകുന്ന പിശാച് ആരോപിക്കുന്ന കുറ്റങ്ങൾ, ഇതൊന്നും നമ്മുടെ മേൽ ഫലിക്കുകയില്ല. കാരണം നമുക്ക് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി തകർത്തതും ഊറ്റിത്തന്നതും നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു അത് സഹിച്ചെങ്കിൽ സ്തോത്രം, ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, എന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, എന്റെ കുറവുകൾക്ക് വേണ്ടി അവൻ അറുക്കപ്പെട്ടത് എന്റെ കുറവ് തീർക്കാൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ എന്റെ കുറവ് തീർത്തവൻ എന്നെ നീതീകരിച്ചത് അവന്റെ പുത്രന്റെ രക്തത്താലാണെങ്കിൽ സ്വന്തം മറ്റൊരു മനുഷ്യന്റെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ഒരു ദൈവ പൈതലിന്റെ മേൽ നിലനിൽക്കുകയില്ല. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോൾ ദൈവസന്നിധിയില്ല, അത് നമ്മൾ തിരിച്ചറിയണം. ഒരിക്കലും ദുഷ്ടന്റെ പദ്ധതി ഒരിക്കലും ദൈവ പൈതലിന്റെ മേൽ നിലനിൽക്കുകയില്ല. കാര്യം നമ്മെ രക്ഷിച്ച ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മളെ രക്ഷിച്ച കർത്താവ് നമ്മോടുകൂടെ വരുവാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ശിക്ഷ വിധിക്കുന്നത്, അവിടെ വചനം പറയുന്നത്, ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. കണ്ടോ, നീതീകരിക്കുന്നത് ആരാണ്? ദൈവമാണ്. അപ്പൊ നീതീകരിക്കുന്നത് ദൈവമാണെങ്കിൽ അടുത്തത് പറയുന്നു, കുറ്റം ചുമത്തുന്നത് ആര്? അവിടെ വചനം, ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ശിക്ഷ വിധിക്കുന്നത് ആര്? അടുത്തത്, ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത് കൊണ്ട് നമുക്കുള്ള ഫലം എന്താണെന്ന് അറിയാവോ? പിതാവിന്റെ സന്നിധിയിൽ ക്രിസ്തു ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. നാം നമ്മുടെ ഉറവുകൾ പിതാവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. നമ്മുടെ അകൃത്യത്തിന് വേണ്ടി ദൈവപുത്രൻ കാൽവരിയിൽ തകർക്കപ്പെട്ടു എന്ന് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു സംസാരിക്കുകയാണ്. ക്രിസ്തു പറയുന്നു, ഇവന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ഇവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, ഇവന്റെ മേലുള്ള ശാപബന്ധനങ്ങൾ അഴിക്കേണ്ടതിന് വേണ്ടി, ഇവന് വേണ്ടിയാണ് ഞാൻ കാൽവരിയിൽ തകർക്കപ്പെട്ടത്. എന്റെ രക്തവും ശരീരവും ഇവന് വേണ്ടിയാണ് ഞാൻ തകർത്തതും ഊറ്റിക്കൊടുക്കുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ ഇവന്റെ മേൽ നിൽക്കുന്ന ഒരു കുറ്റാരവും നിലനിൽക്കുകയില്ല.
കഴിയുകയില്ല. അതുകൊണ്ട് അപ്പാ പിതാവേ, ഇവനോട് കരുണ തോന്നണം, അടിയന്റെ അപേക്ഷ കേൾക്കണമെന്ന് പിതാവിന്റെ സന്നിധിയിൽ കർത്താവ് യേശു എനിക്ക് നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നത് കൊണ്ടാണ് ശത്രുവാകുന്ന പിശാചിന്റെ ഒരു കണികളിലും വീഴാതെ വേണം സ്വർഗം നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തിരിച്ചറിവുള്ളവരും വിശ്വാസത്താൽ ഈ പ്രാഗൽഭ്യം ലഭിച്ചവരും ദൈവത്തെ സദാ ആരാധിക്കുകയും കർത്താവിന് മഹത്വം കൊടുക്കുകയും ചെയ്യണം. കാര്യം എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഗുണകരമായ ഒരു ശബ്ദം സ്വർഗത്തിലുണ്ട്, പിതാവിന്റെ സന്നിധിയിലുണ്ട്. അവൻ എനിക്ക് വേണ്ടി സംസാരിക്കുന്നു. അവന്റെ കുറവുകളെ തീർക്കുവാൻ, അവന്റെ കുറ്റങ്ങളുടെ പരിഹാരത്തിനായി അറുക്കപ്പെട്ടവൻ എനിക്കും നിനക്കും വേണ്ടി സംസാരിക്കുന്നെങ്കിൽ ആ ശബ്ദം പിതാവിന്റെ സന്നിധിയിൽ ഇമ്പകരമാണ്, പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മനസ്സിലാക്കണമേ, അനേക ജീവിതങ്ങൾ ഇന്ന് ഈ നാളുകളിൽ പൊലിഞ്ഞു പോകുമ്പോൾ, രക്ഷയുടെ സദ്വാർത്ത ചെന്നത്തില്ലാത്ത ഭവനങ്ങൾ പലതും നിത്യമായ അന്ധകാരത്തിൽ വീണു പോകുമ്പോൾ, രക്ഷയുടെ മഹത്വം ഗ്രഹിക്കാത്ത ജീവിതങ്ങൾ നിത്യമായ കഷ്ടതയിൽ വീണു പോകുമ്പോൾ മനസ്സിലാക്കണമേ, അവർക്ക് വേണ്ടി ഒരുവൻ സ്വർഗത്തിലുണ്ട്. എന്നാൽ അവന്റെ വീണ്ടെടുപ്പിന്റെ വില വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കാത്തത് കൊണ്ട് വളരെ സകല ജീവികളെയും പോലെ നശിച്ചു പോകുന്ന ജീവിതങ്ങളായി തീരുന്നതിന്റെ നടുവിൽ നിന്നാണ് എന്നെയും നിങ്ങളെയും കർത്താവായ യേശു ക്രിസ്തു തന്റെ വിലയേറിയ രക്തം കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രക്തത്തിന്റെ മഹത്വം ഇന്ന് പകൽനേരം നമ്മൾ ഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ രക്ഷിച്ച സ്നേഹം എന്ന് പറയുന്നത് വളരെ വലിയത് തന്നെയാണ്. അതിന്റെ മഹത്വം വളരെ വലിയത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അത് മറന്നു പോകാതെ കർത്താവിന്റെ സന്നിധിയിൽ ഉറപ്പോടുകൂടെ നിൽക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് അതിന്റെ തുടർച്ച പോകുമ്പോൾ അതിന്റെ 8-ാം അധ്യായം അതിന് 34-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 8-ാം അധ്യായം 34-ാം വാക്യം വായിച്ചാട്ടെ. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഇതിനുള്ള ശിക്ഷ വിധിക്കുന്നവരാണ്. അടുത്ത വാക്യം വായിക്കുന്നത് ക്രിസ്തു യേശു ദൈവം ശിക്ഷ വിധിക്കുന്നവരാണ്. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് ഇവിടെ വായിക്കുന്നത്. ക്രിസ്തു യേശു മരിച്ചവൻ, അടുത്തത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. നമുക്ക് വളരെ ആഴത്തിൽ പറയണം, കർത്താവിന്റെ നേർക്ക് പല കുറ്റാരവങ്ങളും എഴുന്നേൽപ്പിക്കുന്ന നാവുകൾ അനവധിയുണ്ട്. തിരിച്ചൊരു ചോദ്യം, കല്ലറ വിട്ട് എഴുന്നേറ്റ എത്ര വ്യക്തികളുണ്ട്? കല്ലറ കൊണ്ട് അവസാനിക്കുന്ന വ്യക്തിത്വങ്ങളും അവരുടെ പല പ്രത്യയശാസ്ത്രവും വെച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. കല്ലറ കൊണ്ട് അവസാനിച്ചു പോകുന്നിടത്തു നിന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജീവന്റെ വചനം പറഞ്ഞിരിക്കുന്നു. പൗലോസ് എഴുതിയിരിക്കുന്നു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. എത്ര പേര് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്? ഹല്ലേലൂയ. മുഴു ലോകവും പാപത്തിൽ കിടക്കുമ്പോൾ അവർക്ക് പ്രത്യാശയായിട്ട് ലോകത്തിൽ വെളിപ്പെടേണ്ടത് ഈ പാപത്തിനും മരണത്തിനും അതിരുവരുത്തണം. പാപത്തിനും മരണത്തിനും അന്തം വരുത്തിയവനുണ്ടെങ്കിൽ അവൻ മാത്രമാണ് രക്ഷകൻ, അവൻ മാത്രമാണ് വീണ്ടെടുപ്പുകാരൻ. അപ്പോൾ പാപത്തിനും മരണത്തിനും അറുതി വരുത്തിയ ഒരു നാമം യേശു ക്രിസ്തു എന്ന നാമം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ ഇന്ന് ആരാധിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന നാമം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് യേശു ക്രിസ്തു മരിച്ചവൻ, അടുത്തത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. കണ്ടോ, അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെയാണ്. ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ തൊടുവാൻ പറ്റത്തില്ല. മനസ്സിലാക്കണം, ക്രിസ്തു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു ഭാരത്തിനോ പ്രയാസത്തിനോ നിന്നെ വലയ്ക്കുവാൻ സാധിക്കത്തില്ല. ക്രിസ്തുവിന് നിന്റെ ഹൃദയത്തിന് ഇടമുണ്ടെങ്കിൽ നിന്റെ മുഖം വാടത്തില്ല, നിന്റെ മുഖം ലജ്ജിക്കത്തില്ല. അതാണ് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നവരുടെ ഉള്ളത്തിൽ സ്വർഗം കൊടുക്കുന്ന ആശ്വാസം എന്ന് പറയുന്നത്. ആ ജീവനുള്ള ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ്. കാരണം നാം ശരണപ്പെടുന്നവൻ മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ കർത്താവിലാണ് നാം വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. കണ്ടപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് ഞാനോ നീയോ മരിച്ചാൽ നിന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ ദൂതഗണങ്ങൾ ഇറങ്ങി വരും.
ഏലിയാവിനെ കൊണ്ടുപോയതുപോലെ, ലാസറിനെ കൊണ്ടുപോയതുപോലെ ദൂതഗണങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. നിന്നെ ദൂതഗണങ്ങൾ എത്തിക്കുന്ന അവന്റെ രാജ്യത്തിൽ ചെല്ലുമ്പോൾ, നിന്നെ ദൈവരാജ്യത്തിൽ വിശുദ്ധ ദൂതന്മാരുമായിട്ട് സ്വീകരിക്കുമ്പോൾ, അതിന്റെ നടുവിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ നാഥനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ അനുഭവിക്കുവാനും കാണുവാനും ഇടയായി തീരും. അപ്പോൾ ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാക്കണം, നമുക്ക് ആരവിടെയുണ്ട്? കർത്താവായ യേശു ക്രിസ്തു അവിടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ ആയുസ്സിൽ അഭിഷേകം പ്രാപിക്കാതെ, വിശുദ്ധി സൂക്ഷിക്കാതെ, ദൈവത്തോട് ആത്മാവിൽ പ്രാർത്ഥിക്കാതെ, അവന്റെ വചനങ്ങളെ ചട്ടങ്ങളെ ഗ്രഹിക്കാതെയോ അല്ലെ അന്ധത ബാധിച്ചു കിടക്കുന്നവരെ, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ മരണവും നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കുമെന്ന് നീ ചിന്തിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും അടുത്തു വരുമ്പോൾ നമ്മൾ ഗ്രഹിക്കണം, നമ്മുടെ നിത്യത ദൈവസന്നിധിയിലാണ്, ദൈവരാജ്യത്തിലാണ്. അവിടെ നമ്മളെ എത്തിക്കേണ്ടതിന് നമുക്ക് വേണ്ടി വില കൊടുത്ത ഒരു നാമം സ്വർഗത്തിലുണ്ട്. അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുകയാണ്. ഒരു ദൂതന്മാർക്ക് വേണ്ടി പോലും അവിടെ ഒന്നും സംസാരിക്കുന്നില്ല. ഉണ്ടോ? പിതാവും പുത്രനും തമ്മിൽ ഡിസ്കഷനിൽ ഏർപ്പെടുമ്പോൾ പിതാവും പുത്രനും തമ്മിൽ സംസാരിക്കുന്ന ഒരേ വിഷയം, ഭൂമിയിലായിരിക്കുന്ന വിശുദ്ധന്മാരായിരിക്കുന്ന ഓരോ മനുഷ്യാത്മാക്കളെ കുറിച്ചും സ്വർഗത്തിൽ ഒരു സംഭാഷണം നടക്കുന്നുണ്ട്, സ്വർഗത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതെന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ആകണം എന്നതാണ് നാം ആഗ്രഹിക്കുന്നത്. എങ്കിലും അതിന് വകയുണ്ടാകണം കേട്ടോ. അതിന് കൃപയിൽ നിലനിന്നേ മതിയാവത്തുള്ളൂ. കൃപയിലിരിക്കാത്ത നിന്നെ കുറിച്ച് എന്ത് സംസാരിക്കുവാൻ? ദൈവത്തിന്റെ ആത്മാവിന്റെ വഴിയിൽ നീ നടന്നില്ലെങ്കിൽ നിന്നെ കുറിച്ച് എന്ത് നടത്തുവാൻ? ഹല്ലേലൂയ. മനസ്സിലാക്കണം, മനുഷ്യർക്ക് തമ്മിൽ പലരും പലർക്കും പ്രിയപ്പെട്ടതാണ്. പക്ഷെ ആ പ്രിയപ്പെട്ട ആ പ്രിയങ്ങളൊന്നും ഈ മേഘമണ്ഡലം വിട്ട് മുകളിലേക്ക് പോകുന്നില്ല. അത് നമ്മളെ അത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വസിക്കുകയും നമ്മൾ ആത്മാവിനനുസരിച്ച് നടക്കുകയും ചെയ്യണം. നമ്മുടെ മനസ്സാക്ഷി ദൈവസന്നിധിയിൽ സ്വന്തം വ്യക്തമായി നിഷ്കളങ്കമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെയും വാക്കുകൾക്കോ ഒരു ന്യായവിധിക്കും മകനെ മകളെ നീ വീണു പോകേണ്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞ ദൈവം സ്വന്തം നീതീകരിച്ചതിനെ കുറ്റം ചുമത്തുന്നത് ആര്? മനസ്സിലാക്കണം, ആര് നിന്നെ കുറ്റം ചുമത്തിയാൽ അത് നിലനിൽക്കുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ ഒരു പക്ഷേ നിന്റെ കൂടെയുള്ളവർ കുറ്റം ചുമത്തിയേക്കാം, കുടുംബത്തിലുള്ളവർ കുറ്റം ചുമത്തിയേക്കാം. നിന്റെ കുറ്റങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. നീ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതൊക്കെ കുറ്റങ്ങളായിട്ട് കാണുന്നവരുണ്ട് കേട്ടോ. ഹൃദയത്തിൽ കയ്പും ഈർഷ്യയും പാറ പോലെ മനസ്സുമുള്ള ചില ജീവിതങ്ങളുണ്ട്. മാനസാന്തരത്തിനായി ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത പാപികൾ അതെല്ലാ ലെവലിലും കിടപ്പുണ്ട്. സഭയ്ക്കകത്ത് സംഘടനയ്ക്കകത്ത് കിടപ്പുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ട് ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ മാത്രമാണ് ദൈവരാജ്യത്തിൽ എടുക്കപ്പെടുകയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ എടുക്കപ്പെടുകയുള്ളൂ. അതോടെ നമ്മൾ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാ. കണ്ടു? അപ്പോൾ മനസ്സിലാക്കണം, സ്നേഹം എന്താണ്? എനിക്കും നിനക്കും വേണ്ടി സ്വർഗത്തിൽ ഗുണകരമായി ക്രിസ്തു സംസാരിക്കുന്നുണ്ട്. അത് നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടത് നിന്റെ അകൃത്യം വഹിച്ച് മരിച്ചവനാണ് നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ സംസാരിക്കുന്ന അവനെ നമുക്ക് വിളിക്കാം. അവനാണ് സ്നേഹത്തിന്റെ പൂർണ്ണതയെന്ന്. അവനാണ് എനിക്ക് വേണ്ടി ഇടപെടുന്നത്. ഞാൻ പാപിയായി ഇരുന്നപ്പോൾ തക്ക സമയത്ത് അബദ്ധനായി എനിക്ക് വേണ്ടി അവൻ കാൽവറിയിൽ മരിച്ചു. അവന്റെ ശരീരയാഗ നിമിത്തം എനിക്ക് പാപമോചനം നൽകിയെങ്കിൽ അവനെ പോൽ സ്നേഹിച്ച ഒരുവനും ഭൂമിയിലില്ലെന്ന് മനസ്സിലാക്കണം. ഒരപ്പനോ ഒരമ്മയ്ക്കോ ഒരു സഹോദരങ്ങൾക്കോ ഒരു കൂട്ടുകാർക്കോ ഭാര്യക്കോ മക്കൾക്കോ ഒന്നും തന്നെ ഈ സ്നേഹത്തെ ഗ്രഹിക്കുവാൻ സാധിക്കത്തില്ല. കാരണം അവർ ലോകപ്രകാരം ഇരിക്കുകയാണ്. എന്നാൽ ഒരു ദൈവ പൈതന് വെളിപ്പെട്ട് കിട്ടുന്ന ഏറ്റവും വലിയ മർമ്മമാണ്, നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. നിന്റെ കുറവുകൾ വരുമ്പോൾ അപ്പാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ എന്ന് വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ
വായിക്കുമ്പോൾ പുത്രനാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ച് അവൻ ശരീരയാഗമായി തീർന്നിരിക്കുകയല്ല, നമ്മുടെ അകൃത്യത്തിന് വേണ്ടി മരിച്ചവൻ നമ്മുടെ കുറവുകളെ പിതാവിന്റെ സന്നിധിയിൽ ഏറ്റുപറയും, നമ്മുടെ അകൃത്യങ്ങളെ പിതാവിന്റെ സന്നിധിയിൽ അവൻ കഴുകുവാനിടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പാപമോചനം ലഭിച്ച നമ്മൾ ഓരോരുത്തരും നമുക്ക് ഹല്ലേലൂയ പറ്റുമാനവും കടപ്പാടും യേശു ക്രിസ്തുവിനോട് മാത്രമായി തീരുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇത്ര വലിയൊരു ഭാഗ്യ പദവിയാണ് ദൈവ പൈതലിന് സ്വർഗം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇത്ര വലിയൊരു ഭാഗ്യ പദവിയാണ് സ്വർഗം ഒരു ദൈവ പൈതലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നാമം പിതാവിന്റെ സന്നിധിയിൽ ഉണ്ട് എന്ന തിരിച്ചറിവും വിശ്വാസവും എന്റെ ഉള്ളിൽ എന്നെ ബലപ്പെടുത്തുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒന്നിനും വേർതിരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒന്ന് പറയാൻ കഴിയുമോ? ഒരു പ്രയാസങ്ങൾക്കും എന്നെ ആ സന്തോഷത്തിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കാരണം എനിക്ക് വേണ്ടി ഒരു മനുഷ്യനും സ്നേഹിക്കാതെ ഇരുന്നപ്പോൾ എല്ലാവരും തള്ളി നമ്മുടെ തകർച്ചയും അനർത്ഥവും കാണുവാൻ പലരുടെയും സ്വാർത്ഥതയ്ക്കും ദുഷ്ടതയ്ക്കും വേണ്ടി കനിവില്ലാതെ കരുണയില്ലാതെ വിലയില്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിലാണ് മകനെ മകളെ രക്ഷിക്കപ്പെട്ട പൈതലെ നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന രക്തം എങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്? അവന്റെ ശരീരയാഗം നിനക്ക് വേണ്ടി ഏൽപ്പിച്ചതെന്ന നിമിത്തമാണ്. അപ്പോൾ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത ഇത്ര വലിയൊരു ഭാഗ്യത്തിന് ആളുകൾ എന്നെ യോഗ്യമാക്കി തീർത്തത് അവന്റെ വലിയ കരുണ തന്നെയാണ്, അവന്റെ വലിയ കൃപ തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് അവന്റെ നാമത്തിനു വേണ്ടി നീ സാക്ഷിയായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എല്ലായിടത്തും ആ കർത്താവിന്റെ സ്നേഹത്തെ പ്രസംഗിക്കണം. നിന്റെ ആരാധനയിൽ ആ സ്വർഗീയ പിതാവിന്റെ സ്നേഹം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. പുത്രനാകുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചപ്പോൾ നിന്റെ ആരാധനയുടെ കാരണം അവന്റെ ശരീരയാഗമാകട്ടെ. അവന്റെ സഹിഷ്ണുത നിന്റെ ഉയർപ്പിന് കാരണമായി തീർന്നെങ്കിൽ അതാണ് നിന്റെ പ്രത്യാശയുടെ കേന്ദ്രം. നിന്റെ ആരാധനയുടെ മർമ്മം എന്ന് പറയുന്നത് അവൻ ഏറ്റ കഷ്ടതകളാണ്. അതുകൊണ്ട് അത് നിന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നെങ്കിൽ നീ ദൈവത്തിന്റെ കൃപയിലാണ്, ദൈവത്തിന്റെ സ്നേഹത്തിലാണ് നീ വസിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങളിൽ ദൈവം നമ്മോട് പ്രതിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ പകൽനേരം മനസ്സിലാക്കണം, ഈ കൃപയിലേക്കാണ് കർത്താവായ യേശു ക്രിസ്തു എന്നെ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. 35-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉദ്രമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിനൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. കണ്ടോ, അവിടെ വായിക്കുന്ന വാക്യം ശ്രദ്ധിക്കണം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഏത് വീഴ്ചയുടെ നടുവിലും ഏത് താഴ്ചയുടെ നടുവിലും നിന്റെ ഉള്ളത്തിൽ ഈ തിരിച്ചറിവിനേക്കാൾ ഉപരി വിശ്വാസം നിന്നിൽ ബലത്തോടെ വ്യാപരിക്കും. എന്താണ് വിശ്വാസം? എനിക്ക് വേണ്ടി പുത്രനാകുന്ന ക്രിസ്തു കഷ്ടം സഹിച്ചു, അവൻ എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുവാൻ പിതാവിന്റെ സന്നിധിയിൽ ശുശ്രൂഷയിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴൊക്കെയും എനിക്ക് വേണ്ടി കഷ്ടമേറ്റ കർത്താവിനെ മുഖാമുഖം കാണുവാൻ അവന്റെ ഭവനത്തിലേക്ക് നാം ചെല്ലണം. ഈ ഭൂമിയിൽ പല മുഖങ്ങളും കാണുമ്പോൾ നമുക്ക് ദുഃഖമാണ്, പലരുടെ ഇടപെടൽ കാണുമ്പോൾ നമുക്ക് വേദനയും നീറ്റലും ഭാരവുമാണ്. പക്ഷെ നമ്മുടെ കർത്താവുണ്ടല്ലോ, ഇതൊക്കെ അറിഞ്ഞ് അനുഭവിച്ചവനാണ്, അവനെ കാണുവാനാണ് നമ്മൾ പോകുന്നത്. ഈ നാളുകളൊക്കെയും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ദൈവപൈതല് കടന്നു പോകുന്ന വഴിത്താരകൾ ഓരോന്നും അവന്റെ ഒരുക്കത്തിന്റെ നാളുകളാണ്. എന്തിന്? ദൈവരാജ്യത്തിൽ അവനോടുകൂടെ വസിക്കേണ്ടതിന് ഈ ആയുസ്സിൽ അവൻ ഒരുക്കപ്പെടണം. അതിനായിട്ട് പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി, പല കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. സ്തോത്രം. ഹാലലുയ. കഠിന ശോധനയുടെ അരിപ്പയിലൂടെ നീ കടന്നുപോയിട്ടുണ്ടെങ്കിൽ മടുത്തു പോകരുത് കേട്ടോ. നിനക്കൊരു വലിയ പ്രതിഫലം തരുവാനാണ്. അത് ഈ ഭൂമിയിലല്ല, അത് സ്വർഗത്തിലാണ്. ആ പ്രതിഫലം നീ അനുഭവിക്കുമ്പോൾ ആ പ്രതിഫലം തന്നവനോടുകൂടെ നീ സ്വർഗത്തിൽ അവനെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ശരീരം പലതിനോട് കടപ്പെട്ടിരിക്കുകയാണ്. രോഗങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, കടബാധ്യതകളോട് കടപ്പെട്ടിരിക്കുന്നു, ലോകത്തിലെ പല വ്യവസ്ഥകളോട് കടപ്പെട്ടിരിക്കുന്നു. പല കടപ്പാടുകളും നിന്റെ ജീവിതം തകർത്ത്
വലിച്ചെറിയുമ്പോഴും മനസ്സിലാക്കണം, ഈ ശരീരത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ നമുക്കൊരു തേജസ്സുള്ള ശരീരം നൽകിക്കൊണ്ട് അവന് നമ്മളെ ഉയർപ്പിച്ചവന്റെ കൂടെ നാം ഇരുന്ന് നിത്യനിത്യ യുഗങ്ങള് രാജാക്കന്മാരെ പോലെ അവന്റെ സന്നിധിയിൽ വാഴുവാനായിട്ട് ഇടയായിത്തീരും. ഇതിനാണ് സ്വർഗം നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. എന്നാൽ അഭിഷേകമില്ലാത്തവരോ സ്വർഗത്തിന്റെ പ്രത്യാശയില്ലാത്തവരോ ഈ വചനങ്ങളെ കോട്ടിക്കളയുമ്പോഴോ മനസ്സിലാക്കണമേ, നീ തെറ്റിപ്പോകരുത്, നീ ഉറപ്പോടെ ഇരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അവിടെ പറയുന്നത്, ഹല്ലേലൂയ, അവിടെ പറയുന്നത്, ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര് സങ്കടത്തിന് കഴിയത്തില്ല. ഈ സങ്കടമുള്ള ഈ ലോകവും ഈ ശരീരവും. അടുത്തത് വായിക്കുന്നത് എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എന്താണ്? സങ്കടമോ ഉപദ്രവമോ അല്ലേ? ഹല്ലേലൂയ. ഇന്നലെ കടന്നു ചെന്നിടത്ത്, ഇന്നലെ ഒരു മീറ്റിംഗിനകത്ത് കടന്നു ചെന്ന സമയത്ത് അവിടെ ഒരു ദൈവദാസന്മാരെ, പല ദൈവദാസന്മാരെ കാണുവാൻ ഇടയായി തീർന്നു. പലരും പലവിധ കഷ്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവരെ ശുശ്രൂഷയിലാകട്ടെ മറ്റാവശ്യങ്ങളാകട്ടെ സന്ധിക്കേണ്ട ആടുകൾ അവരെ ഒരു വിധത്തിലും അടുപ്പിക്കുന്നില്ല, ഉപേക്ഷിച്ച് വിടുകയാണ്. സത്യത്തിന് വേണ്ടി നിന്നിട്ട് ഒറ്റപ്പെടുന്ന അവസ്ഥ. സഭയ്ക്കകത്ത് ദൈവകൃപയില്ലാതെ വെറും ലോക സ്വഭാവത്തിൽ ലോക ചിന്തയിലും മോഹത്തിലും ജീവിക്കുന്നവർ സഭയ്ക്കകത്ത് കലക്കം വരുത്തുമ്പോഴൊക്കെ മനസ്സിലാക്കണം, ഈ ശുശ്രൂഷ ഏൽപ്പിച്ചവന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ഒത്തിരി ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരും, ഒത്തിരി കഷ്ടതകൾ നിന്നുകൾ അനുഭവിക്കേണ്ടി വരും. മനസ്സിലാക്കണം. എന്നാൽ മനസ്സിലാക്കണം, അതെല്ലാം സഹിച്ചു വരുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. മനസ്സിലാക്കണം. ഉപദ്രവങ്ങൾ ഒത്തിരി സഹിക്കേണ്ടി വരും, ഉപദ്രവങ്ങൾ ഒത്തിരി ഏൽക്കേണ്ടതായിട്ട് വരും. കർത്താവേ, എന്റെ നീതി നീ കാണുന്നില്ലേ, എന്റെ കഷ്ടത നീ കാണുന്നില്ലേ, എന്റെ വേദന നീ കാണുന്നില്ലേ എന്ന് പലപ്പോഴും നിലവിളിച്ചു പോകുന്ന അനുഭവങ്ങൾ വരും. ആരും ഗ്രഹിക്കാൻ കാണത്തില്ല കേട്ടോ. പക്ഷെ മനസ്സിലാക്കണം, എന്തിനാണ് ഈ കഷ്ടത അനുഭവിക്കുന്നത്? നിന്നെ ദൈവ രാജ്യത്തിൽ എത്തിക്കുവാനാണ്. നിന്റെ കൂടെ ഓടുന്നവർക്ക് പലരും സുഖമായിട്ട് പോകുന്നു, ഒരു കഷ്ടവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു വേദനയില്ല, ഒരു പരീക്ഷകളുമില്ല. അങ്ങനെ പോകുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാരും പറയും കുറെ കടഭാരത്തിന്റെ. കടഭാരം മാത്രമല്ല കഷ്ടത, ജീവിതത്തിൽ വേറെ ഒത്തിരി പ്രയാസങ്ങളുണ്ട്. ജീവിതം പോലും മടുത്തു പോകുന്ന ചില അനുഭവങ്ങൾ കടന്നു വരാറില്ലേ? എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്? നിനക്ക് നല്ലതൊന്നും മുൻകണ്ടിട്ടാണ് സ്തോത്രം നിന്നെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്റെ കർത്താവ് എത്തിക്കും കേട്ടോ. അവിടെ കർത്താവ് എത്തിക്കും കേട്ടോ. നിന്റെ വേദനകൾ മനുഷ്യർക്ക് മനസ്സിലാകട്ടെ, എന്നാൽ കർത്താവ് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നിന്റെ വേദനകൾ അനുഭവിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിന്നെ രക്ഷിക്കുവാനാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം, സങ്കടമോ കഷ്ടതയോ, അടുത്തതാണ് പട്ടിണിയോ. ഹല്ലേലൂയ. പട്ടിണി സ്തോത്രം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ആളെ നമ്മൾ പറയുന്നത് നമുക്ക് പട്ടിണിയില്ലെന്ന്. ആളെ ഈ കണ്ട വിലക്കയറ്റത്തിന്റെ നടുവിൽ പലതും അനുഭവിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നു. അപ്പൊ ചോദിക്കും, എല്ലാവർക്കും പട്ടിണിയില്ലേ? എല്ലാവർക്കും പട്ടിണിയുണ്ട്. പക്ഷെ ദൈവമക്കളായി അനുഭവിക്കുന്ന പട്ടിണി വേറെ തന്നെയാണ് അല്ലേ? ദൈവനാമം ധരിച്ചിട്ട് അനുഭവിക്കുന്ന പട്ടിണിക്കാണ് പട്ടിണി എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. പല ദൈവദാസന്മാർക്ക് ദശാംശമോ സ്തോത്ര കാഴ്ചയൊന്നും കൊടുക്കാതെ ക്രൂര സ്വഭാവത്തോടു കൂടി ഇരിക്കുന്ന വിശ്വാസികളുണ്ട്. അല്പം പോലും തിരിഞ്ഞു നോക്കാതെ ദൈവവേലയ്ക്ക് ഇറങ്ങിയിരിക്കുന്നതിനെ ഉപദ്രവിക്കുവാൻ ഒരു മടിയും കാണാത്തവര്, അനേക ദൈവദാസന്മാരെ കരയിപ്പിക്കുന്നവര്, ഭാരപ്പെടുത്തുന്നവര്. മനസ്സിലാക്കണം കേട്ടോ, അവരെന്തിനാണെന്നറിയോ ഈ ക്രൂശ് സഹിക്കുന്നത്? ഉപദ്രവിക്കുന്നവൻ വല്ലാതെ ഉപദ്രവിക്കും. പക്ഷേ ഇത് കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഇവിടെ ഒരു വിടുതലോ നീക്കുപോക്കോ വന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, നീയും ഉപദ്രവിക്കുന്നവനും ഈ ശരീരം വിട്ടു വരുന്നൊരു നാള് സ്വന്തം ഉപദ്രവിച്ചവനെ നീ നിത്യമായി ഗന്ധകത്ത് തീപ്പൊയ്കയിലേക്ക് പോകുമ്പോൾ നീ ആരെ ഉപദ്രവിച്ചോ അവൻ ദൈവനാമത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ മനസ്സിലാക്കണം, അവൻ ലാസറിനെ പോലെ പിതാവിന്റെ മടിയിലിരിക്കുന്നത് നീ കാണേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണം, പട്ടിണി അനുഭവിച്ച ഏറെ നാളുകള് സ്തോത്രം പൂർണ്ണവുമായിട്ടിരിക്കുന്ന ലാസറിനെ നമുക്കറിയാം. ഹല്ലേലൂയ. മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്ക് തിന്നുവാൻ ആഗ്രഹിച്ചു, കിട്ടിയില്ല. ഹല്ലേലൂയ. ആഗ്രഹിച്ചു, കിട്ടിയില്ല. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിയേ, ഒരു ഭക്തന്റെ ഭൂമിയിലെ ഒരു ലക്ഷ്യം എന്താണ്? മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൊന്ന് തിന്നണം. അതാണ് വലിയൊരു ആഗ്രഹം, വലിയൊരു സ്വപ്നമായിരുന്നു. ഒരു ദിവസമെങ്കിലും എനിക്ക് കഴിക്കണം. അതൊക്കെ പട്ടിക്കും പൂച്ചയ്ക്കും കിട്ടും. പക്ഷെ ഒരു ഭക്തനായി പ്രാർത്ഥിച്ച് അബ്രഹാം പിതാവിന് അറിയാവുന്ന ഒരുവൻ അതും സഹിച്ചു, വിശ്വാസം ത്യജിച്ചുമില്ല. കണ്ടോ, നമ്മൾ ആരെങ്കിലും ആണെങ്കിലോ ഇനി ഞാൻ പ്രാർത്ഥനയ്ക്കും പോകുന്നില്ല, ആരാധനയ്ക്കും പോകുന്നില്ല, സഭായോഗത്തിന് ഞാൻ ഉറങ്ങിത്തരും. മനസ്സിലാവുന്നുണ്ടോ? ഇതുവനൊന്നും പോവില്ല, ഇതൊക്കെ സീലിംഗിൽ ഇടിച്ച് ഇവിടെ കിടക്കും. എന്നാൽ ദൈവമകനാണോ നീ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന ദൈവനാമ നിമിത്തമാണോ? നിനക്ക് പ്രതിഫലം കൊണ്ട് നിശ്ചയം തീർച്ചയായും ഉണ്ട്. ലാസറിനെ ശ്രദ്ധിച്ചു നോക്ക്. ആ മനുഷ്യൻ
ദൈവത്തിന്റെ ഭക്തനാണ്. ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ദിവസം പോലും അതിന് സഭായോഗം മുടക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രകാഴ്ച ഇടാൻ പോലും ഇല്ലെങ്കിലും ആ വ്യക്തി സഭായോഗം മുടക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വ്യക്തി ഇന്ന് സഭയിലുണ്ടെങ്കിൽ ആ വ്യക്തി റെഗുലറായിട്ട് വരികയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. പല കുറവുകളുണ്ടായിരുന്നു, എന്നാൽ പല പ്രശ്നങ്ങളുടെ നടുവിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഒട്ടും ഉലച്ചിൽ വന്നില്ല. ചിലരോ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ പുസ്തകം വലിച്ച് ഒറ്റയേറിയുന്ന ആത്മാവൊക്കെ പൈശാചികമാണ് കേട്ടോ. ഈ സീലിംഗ് വിട്ട് മോളിപ്പോകില്ല. അതുകൊണ്ട് ദൈവസന്നിധി നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ചെയ്ത എല്ലാ പ്രവൃത്തിയും കണക്ക് നോക്കി വെക്കുന്ന ഒരിടമുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണുണ്ടെന്ന് ഓർത്തോണം. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇടമുണ്ടെന്ന് മനസ്സിലാക്കിക്കണം. നീ മനുഷ്യന്റെ മുമ്പിൽ നിനക്ക് വാദിച്ച് ജയിക്കാം, പക്ഷെ നിന്റെ ഒരു ലോ പോയിന്റ് ജയിക്കാത്തൊരു ഇടമുണ്ട്. അത് ദൈവസന്നിധി മാത്രമായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന കാര്യം എന്താണ്? സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ, അടുത്തത് നഗ്നതയോ, ആപത്തോ. കണ്ടോ ഏതൊക്കെ പ്രയാസമാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും കർത്താവിന്റെ നാമത്തെ ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ ഉപേക്ഷിക്കരുത്. ഈ കഷ്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും നമ്മൾ കർത്താവിന് വിശ്വസ്ത മക്കളായിട്ട് നമ്മൾ നിലനിൽക്കണം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ വായിക്കുന്ന നഗ്നതയോ ആപത്തോ വാളോ. അടുത്ത വാക്യം നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ. കണ്ടോ കർത്താവ് നിമിത്തമാ. ലോകരെല്ലാം പലതിനും കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതൊന്നും കർത്താവിന് തന്നെ എത്തുന്നില്ല. കർത്താവിന്റെ നാമം ധരിച്ചിട്ടാണോ ഈ കഷ്ടത സഹിക്കേണ്ടി വരുന്നത്? സ്വർഗം കാണുന്നുണ്ട്. നീ കർത്താവിന്റെ നാമം ധരിച്ചിട്ട് നടക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങൾ കർത്താവ് ശ്രദ്ധ വെച്ച് നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നത് നീ തിന്മ ചെയ്തിട്ട് അടികൊള്ളുകയല്ല വേണ്ടത്. ചിലർ അങ്ങനെയാണ്, തിന്മ ചെയ്തിട്ട് അടി കൊണ്ടിട്ട് കരയും. 10 പേരെ വിളിച്ച് കാണിക്കുക എങ്ങനെയൊക്കെ കരയാം, എങ്ങനെയൊക്കെ വീഴാം, എങ്ങനെയൊക്കെ മൂക്ക് പിടിയാം, ഇതൊക്കെ കാണിച്ചു കൊടുക്കും. പക്ഷെ ഇതൊന്നും എന്റെ പൊന്നു മകനെ ദൈവസന്നിധിയിൽ ഇതൊന്നും വില പോകുകയില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വില പോകുന്നത് അവന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് മാത്രമേ സ്വതന്ത്രം ഹല്ലേലൂയ ഈ കഷ്ടങ്ങളിലൂടെ പങ്കാളിയാകുവാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ കഷ്ടത മാറുവാൻ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഈ കഷ്ടത മാറിപ്പോകാനാണ് പലരും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആ പ്രാർത്ഥന ദൈവഹിതം അല്ലേ അല്ല. ഹല്ലേലൂയ. ഈ കഷ്ടത സഹിക്കേണ്ടി വരുന്നതിനാ നിന്നെ തെളിഞ്ഞവനാക്കി തീർക്കണം. തെളിഞ്ഞവനാ. നീ തെളിഞ്ഞ പൊന്ന്, കീടം മാറിയ പൊന്ന് പുറത്തു വരുന്നത് പോലെ ഊതിക്കഴിച്ച അനുഭവം. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിൽ വരുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുമ്പോൾ നീ ഭാരപ്പെടരുത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവിനെ എങ്ങോട്ട് കൊണ്ടുപോയി? മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. എന്താണ് അവിടെ വായിക്കുന്നത്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന്. തിരിച്ചറിയേണ്ട വാക്യമാണ്. പരിശുദ്ധാത്മാവ് എന്തിനാണ്? നമ്മളെ സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. പിശാചിന്റെ കയ്യിൽ പിടിക്കപ്പെടാതിരിക്കാനല്ലേ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്. നമ്മുടെ ആ അറിവ് നല്ലതാണ്, പക്ഷെ മനസ്സിലാക്കണം ഇവിടെ പുത്രൻ പോയ വഴിയിലൂടെ തന്നെ നമ്മെ കർത്താവ് നടത്തുന്നതിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ നീ ജയിക്കണം. ഈ ലോകത്തിന്റെ ശക്തികളെ, വിശേഷിച്ച് സാത്താനെ ജയിക്കണം. ഹല്ലേലൂയ. അതിനാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തോത്രം ഹല്ലേലൂയ മരുഭൂമിയിലേക്ക് നടത്തി. എന്തിനാ നടത്തിയത്? സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാനാണോ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്? നമ്മളെ തെളിയിച്ചെടുക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ വെളിച്ചപ്പാടത്തി അവിടെ വന്നപ്പോൾ ഹല്ലേലൂയ അവിടെ പറയുന്ന ഒരു കാര്യമാണ്. ഇവൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം അറിയിക്കുന്നു. അവളിൽ ഇരിക്കുന്ന ഭൂതാത്മ ഒരു വെളിച്ചപ്പാടത്തിയുടെ ആത്മാവ് പറയുന്നു. അഭിഷേകം പ്രാപിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന പൗലോസിനെ കണ്ടപ്പോൾ ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്. അപ്പോൾ മനസ്സിലാക്കണം, ആത്മാവിന്റെ നിറവോടുകൂടെ നടക്കുകയും കർത്താവിന്റെ സാക്ഷ്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവരെ പൈശാചികമായിട്ട് കൃത്യം അറിയുന്നുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കണം. നിന്നെ പലർക്കും വഴിയിലിറങ്ങി നടന്ന ഒരു മനുഷ്യൻ നിന്നെ അറിയത്തില്ല, പക്ഷെ നിന്നെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ആളല്ലേ അതുപോലെ തന്നെ നിന്നെ അറിയുന്ന പൈശാചിക മണ്ഡലമുണ്ട്. സാത്താനെ നല്ലപോലെ അറിയാം. ആളലിയ പരിശുദ്ധാത്മാവ് പല മേഖലകളിലും നിന്റെ ജീവിതത്തിൽ ജയം വെളിപ്പെടുത്തുമ്പോൾ അവിടെയെല്ലാം ജയിച്ച് നീ സ്റ്റെപ്പുകളെ വെക്കുമ്പോൾ
പൈശാചിക മണ്ഡലത്തിന് അതൊരു അടയാളമായിട്ട് സ്വർഗം തീർക്കുകയാണ്. കർത്താവ് പറയുന്നത്, ഇവൻ എന്റെ പുത്രനാണ്. ക്രിസ്തു പോയ മാർഗത്തിലൂടെ പൗലോസും പോവുകയാണ്, അവനും ജയിക്കുകയാണ്. പുത്രൻ ചെന്നിടത്ത് ഇവനും എത്തുകയാണ്. നിന്റെ യാതൊരു ആയുധം ഇവന്റെ മേൽ ഫലിക്കുകയില്ല. കാരണം ഇവൻ ക്രിസ്തുവിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇവന്റെ മേലുണ്ട്. ഇവൻ നടത്തപ്പെടുന്നത് വചനത്തിന്റെ ശക്തിയാലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാക്ഷ്യം ഉള്ള വ്യക്തിക്ക് മാത്രമാണ് അല്ലാതെ സാത്താന്റെ ശക്തിയെ ജയിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ കഷ്ടത എന്തിനാണ്? നഗ്നത എന്തിനാണ്? ആപത്തും വാളും വരുന്നത് എന്തിനാണ്? മനസ്സിലാക്കണം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിയണം. സകലത്തെക്കാൾ വലുത് അവന്റെ സ്നേഹമാണെന്ന് അറിയുവാൻ ഇടയായി തീരണം. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. സ്തോത്രം. 36 35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. കണ്ടോ? അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആമേൻ. അപ്പൊ എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അറുക്കുവാനുള്ള ആടുകളെ പോലെ. മനസ്സിലാക്കണം, നമ്മൾ ഇതിന്റെ ഇടയിൽ കയറി ബഹുമാനവും നീതിയും ന്യായമൊക്കെ പിടിച്ചു വരയ്ക്കാൻ ചെന്നാൽ നടക്കില്ല കേട്ടോ. ഇത് ദുഷ്ട ലോകത്തിൽ തന്നെയാണ് ആയിരിക്കുന്നത്. നമ്മൾ പറയും ഇവിടെ കോടതിയും വ്യവസ്ഥയും എല്ലാ നിയമങ്ങളും ഉണ്ട്, നമ്മൾ ഇറങ്ങി കാര്യം പറഞ്ഞാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ വചനം പറയുന്നത് എന്റെ നാമം നിമിത്തം ലോകര് നിങ്ങളെ പകയ്ക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അത് നടക്കണം. അത് നല്ല ലക്ഷണമാണ്. ക്രിസ്തുവിനെ പകച്ചു, അപ്പോസ്തലന്മാരെ പകച്ചു. അങ്ങനെയെങ്കിൽ നമ്മളെയും പകയ്ക്കണ്ടേ? ഹല്ലേലൂയ. ലോകം നമ്മളെ പകയ്ക്കുമ്പോൾ ക്ഷീണിക്കരുത്. ഇവിടെ ലോകം പകയ്ക്കുമ്പോൾ നിന്റെ മുഖം താഴുകയോ, നീ സ്തോത്രം ലജ്ജിക്കപ്പെടും, അപമാനിക്കപ്പെടും, സ്തോത്രം ത്യജിക്കപ്പെടും എന്നൊക്കെ കാണുമ്പോൾ നിന്റെ മുഖത്തിലെ ഭാവവ്യത്യാസം കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന സ്തോത്രം ലോകമാണെങ്കിലും സ്തോത്രം ഇതിലെല്ലാം ജയം പ്രാപിച്ച് കയറി വരുന്ന നിന്നെ സ്തോത്രം സന്തോഷത്തോടെ കൈക്കൊള്ളുന്ന ഒരു സ്വർഗമുണ്ട്. അന്ന് നിന്നെ ഇന്നിവിടെ ലജ്ജിപ്പിക്കുകയും ക്ലേശിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്തോത്രം മരണശേഷം ഗന്ധം കത്ത് തീപ്പോയിൽ കിടക്കുമ്പോൾ അവൻ അവിടെ തീക്കത്ത് കിടന്നുകൊണ്ട് കാണും ദൈവവൈതലെ നീ ഞാനും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അങ്ങനെ തന്നെയാ വചനം പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, കോംപ്രമൈസിന്റെ സുവിശേഷമല്ല, സത്യവചനം വിശുദ്ധന്മാരെ ദൈവ രാജ്യത്തിൽ എത്തിക്കുന്നതാണ് ഈ വചനത്തിന്റെ വ്യവസ്ഥയെങ്കിൽ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യണം. ആമേൻ. കാര്യങ്ങൾ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത വാക്യം വായിച്ചാട്ടെ. മരണത്തിനോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്നും ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഈ വകയ്ക്കൊന്നും. അതിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട് നോക്കിക്കേ. മരണമുണ്ട്, ജീവനുണ്ട്, ദൂതന്മാരുണ്ട്, വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, ഇപ്പോഴുള്ളതുണ്ട്, വരുവാനുള്ളതുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇവയ്ക്കൊന്നും. അപ്പൊ ദൈവ സ്നേഹത്തിൽ വസിക്കുന്നവന്റെ ആത്മാവും പ്രാണനും ശരീരവും ഒരു പ്രത്യേക തലത്തിൽ ദൈവം സൂക്ഷിക്കുന്നുണ്ട്. മനസ്സിലാക്കണം, അവന്റെ മനസ്സ് ദൈവം പ്രത്യേക അവസ്ഥയിൽ സൂക്ഷിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് വലിയൊരു പദ്ധതി. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കണ്ടോ? ഈ വഴികളിലൂടെ കടന്നു പോകുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സ്തോത്രം, ഈ വക ഒരു പ്രതിസന്ധികൾക്കും ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ സാധിക്കത്തില്ല. അപ്പൊ അത്രമേൽ ആഴമുള്ളതാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ സ്നേഹം എന്താണ് ചെയ്തത്? ആ സ്നേഹം ചെയ്തത് സ്തോത്രം ഹല്ലേലൂയ ദുഷ്ട മനുഷ്യർക്ക് വേണ്ടി പാപമറിയാത്ത പ്രിയപുത്രനെ സ്വർഗീയ പിതാവ് സ്തോത്രം ലോകത്തിലേക്ക് അയച്ചു. ദുഷ്ട മനുഷ്യരുടെ അകൃത്യം പ്രിയപുത്രന്റെ മേൽ ചുമത്തി സ്തോത്രം പാപത്തിന് പരിഹാരം വരുത്തുകയും പുത്രന്റെ മേലുള്ള സ്തോത്രം സ്വർഗീയ
നന്മകളും ആത്മാവിന്റെ ഫലങ്ങളും സ്തോത്രം ദുഷ്ട മനുഷ്യരുടെ ഹൃദയത്തിൽ പകരേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ ദുഷ്ട മനുഷ്യന് പകരപ്പെടുമ്പോൾ സ്വന്തം പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ രക്തനിമിത്തം അവരുടെ അകൃത്യങ്ങളെ മോചിച്ച് ദൈവ മക്കൾ എന്ന പദവി ദുഷ്ട മനുഷ്യർക്ക് ലഭിക്കേണ്ടതിന് പ്രിയപുത്രനെയും സ്വർഗീയ പിതാവും മനുഷ്യരുടെ മേൽ ചെയ്തെടുത്തതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്നേഹത്തിന്റെ വർണ്ണനയുടെ തലങ്ങളും ശിഖരങ്ങളും വളരെ വലിയതാണ്. അതിന്റെ ആഴങ്ങളും അതിന്റെ വേരുകളും അതിന്റെ ശക്തമായിട്ടുള്ള സ്തോത്രം ഹല്ലേലൂയ അതിന്റെ കൊമ്പുകളും അതിന്റെ തലങ്ങളിൽ ബലപ്പെട്ട് ദൃഢമായിരിക്കുകയാണ്. ആ സ്നേഹത്തെ വർണ്ണിക്കുവാനാണ് എന്നെ നിന്നെയും സ്വർഗമാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയപുത്രനെ അയച്ചതാണ്. ആ പ്രവൃത്തി സ്തോത്രം ഹല്ലേലൂയ പുത്രനാകുന്ന യേശു ഇവിടെ വന്നതാണ്. ആ പ്രവൃത്തി സകലരുടെ അകൃത്യം തന്റെ ശരീരത്തിൽ വഹിച്ചതാണ്. ആ പ്രവൃത്തി ഹല്ലേലൂയ സ്തോത്രം ആ സകലതും വഹിച്ച് അവൻ മരിക്കേണ്ടതിന് പിതാവിന്റെ കയ്യിലേക്ക് മരണം ആസ്വദിച്ചതാണ്. ആ പ്രവൃത്തി പ്രവൃത്തി നിമിത്തം അവനെ അടക്കി, ആ പ്രവൃത്തി നിമിത്തം അല്ലെങ്കിൽ അവനെ ഉയർത്തി സ്വന്തം അവനെ സ്വർഗത്തിലേക്ക് സകല നാമങ്ങൾക്ക് മേലായ നാമം നൽകി. അപ്പോൾ പിതാവിന്റെ പ്രവൃത്തി നമ്മൾ കണ്ടു, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി കണ്ടു, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവൃത്തികളിലൂടെ കടന്നു പോകുന്നവനെയാണ് ദൈവ രാജ്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ചേർക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ വിശുദ്ധമായിട്ട് നമ്മൾ നിന്നേ കഴിയത്തോളം നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മളോട് വായിക്കുമ്പോൾ തന്നെ ഗലാത്യ ലേഖനം 1-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം സ്തോത്രം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ കെടുത്തെങ്കിൽ വായിക്കാൻ ഞാൻ വായിച്ചു തുടങ്ങിയാണ്. മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാർക്കും ഗലാത്യ സഭയ്ക്കും എഴുതുന്നത്. അപ്പോൾ പൗലോസിന്റെ അധികാരം ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ വായിച്ച വാക്യം ഇങ്ങനെ പറഞ്ഞ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാലുമല്ല. അപ്പോൾ മനസ്സിലാക്കുക, ശുശ്രൂഷ എന്ന് പറയുന്നത് മനുഷ്യൻ കൊടുക്കുന്നതല്ല, മനുഷ്യന്റെ അറിവ് കൊണ്ട് നിൽക്കുന്നതല്ല. ഇത് ദൈവത്താൽ ലഭിക്കുന്നതാണ്. ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം അനുവദിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ പിതാവ് അനുവദിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ പിതാവ് അനുവദിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണമെന്നെങ്കിൽ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണം അംഗീകരിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. നമ്മൾ വീണ്ടും ജനിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപുത്രൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ടു, മരണം ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്നു, ഇത് മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാലുമല്ല. വായിച്ച വാക്യം മനുഷ്യനാലുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവം. കണ്ടോ, അവനെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ആളെ ഇത് മറ്റൊരു മതങ്ങളും വിശ്വസിക്കത്തില്ല. എന്നാൽ അഭിഷേകം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ദൈവത്തിലാകുന്ന ഞാനും നീവയിൽ വിശ്വസിക്കുന്നുള്ളൂ. മനസ്സിലാക്കണം കാര്യം, മറ്റുള്ളവർ പാപനിമിത്തം അവരുടെ ആത്മകണ്ണുകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് പകൽവേളയിൽ ഈ മഹത്വം നമ്മൾ ദർശിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാലേ. ഹല്ലേലൂയ. അപ്പോൾ പിതാവായ ദൈവം പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ എന്ത് ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും. ഒന്നും കൂടെ വായിച്ചേ, ആരംഭം മുതൽ വായിച്ചേ. മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാലുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന്. കണ്ടോ, ഇതാണ് സുവിശേഷം. നമ്മുടെ പ്രാർത്ഥനയുടെ ആരംഭങ്ങളിൽ അവന്റെ ഉയർപ്പിനെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് മരണവാസങ്ങൾ അടിച്ചു ഉയർത്തെഴുന്നേറ്റവന്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് വേണം, ആരാധിച്ചുകൊണ്ട് വേണം നമ്മുടെ ആരാധനകളും പ്രാർത്ഥനയിൽ അതിന്റെ മഹത്വം പ്രഖ്യാപനത്തോടു കൂടി ആയിരിക്കണം. ജയത്തിന്റെ പ്രഖ്യാപനത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അവൻ മരണം വിട്ട് ഉയർത്തു, ആ പ്രഖ്യാപനത്തിങ്ങൾ സകല ഇരുട്ടിന്റെ ശക്തികളും വിട്ടു മാറും. കാര്യം മരണം കൊണ്ട് അവസാനിക്കുന്നതാണ് സകല ശക്തികളും. എന്നാൽ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവന്റെ നാമത്തിന് മുമ്പിൽ നിന്ന സകല ശക്തികളും തോറ്റോട് പോകാനിടയായി തീരും. അപ്പോൾ മരണവാസ
മരണഭാഷ്യങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേറ്റതാണ്. അവൻ എങ്ങനെയാണ് ഉയർപ്പിച്ചത്? പിതാവായ ദൈവം മരണഭാഷ്യങ്ങളെ അഴിച്ച് പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാണ് ചെയ്തത്. ആരും മരണത്തെ ആസ്വദിച്ചിട്ടില്ല, മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിട്ടുമില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പിന്നെ എങ്ങനെയാ വിശ്വസിക്കുന്നത്? വിശ്വസിക്കുന്നതിന്റെ ഏക കാരണം വിശ്വസിച്ചവരിൽ പകരുന്ന പരിശുദ്ധാത്മാവാണ് ഇത് വെളിപ്പെടുത്തുന്നത്. നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവപുത്രൻ മരണഭാഷ്യങ്ങളെ അഴിച്ച് പിതാവ് അവനെ ഉയർപ്പിച്ചു എന്നുള്ള സത്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അവനിൽ വിശ്വസിക്കുന്ന അതേ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ മർത്യ ശരീരത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിത്തീരും, നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കുവാൻ ഇടയായിത്തീരും. ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ കാത്തിരിക്കുന്നത് ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്, ഈ ശരീരത്തിന്റെ ഉയർപ്പിന് വേണ്ടിയാണ്. ഈ ശരീരം തേജസ് പ്രാപിച്ച് ദൈവ രാജ്യത്തിലേക്ക് എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്ന് ഏത് ശരീരത്തോടു കൂടി ഇരിക്കുന്നോ അതിനു തുല്യമായി നാം രൂപാന്തരപ്പെടുത്തും. അവൻ ഇരിക്കുന്നത് പോലെ നാമും ആകുവാൻ ഇടയായിത്തീരും. നാമും അവൻ പ്രാപിച്ചതുപോലുള്ള ശരീരം പ്രാപിച്ച് അവനോടുകൂടെ നമ്മൾ പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ഇടയായിത്തീരും. ഇതിനാണ് നമ്മൾ ഈ നാളിലെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ അവിടെ നീ വിളിച്ചു പറയണം, മനുഷ്യനാലല്ല, മനുഷ്യർക്കുമല്ല. മനസ്സിലാവുന്നവിടെ വഹിക്കുന്ന മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല. അത് ഉറപ്പിച്ചു പറയണം. ഒരു മനുഷ്യനിലോ ഒരു വ്യവസ്ഥകളിലോ ഒരു കെട്ടുപാടിലോ ഈ വിശ്വാസം നീ കൊണ്ട് കെട്ടരുത്. കാരണം ഇത് മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല. ആളല്ലേ പിന്നെ ആരാലാണിത്? യേശു ക്രിസ്തുവിനാലാണ് ഈ മാർഗത്തിന്റെ നിലനിൽപ്പ്. വായിച്ചേ, തുറന്നു വായിച്ചേ. മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്തെങ്കിലും അത്രേ. അടുത്തത് അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മളുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നിർത്ത്. അവിടെ മൂന്നാം വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. അവിടെ വായിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലേഖനം തുടങ്ങുമ്പോ പൗലോസ് പറഞ്ഞു മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, അത് യേശു ക്രിസ്തുവിനാലാണ്. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലാണ്. അത് പറഞ്ഞിട്ട് ഗലാത്യ സഭയ്ക്ക് വന്ദനം കൊടുക്കുന്നു. സോ അത് ഗലാത്യ സഭയ്ക്ക് വന്ദനം ചെയ്യുകയാണ്. വന്ദനം ചെയ്തിട്ട് വീണ്ടും ആ മഹത്വത്തിലേക്ക് പൗലോസ് വീണ്ടും കയറുകയാണ്. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ വന്ദനം കൊടുത്താലും വീണ്ടും മഹത്വത്തിലേക്ക് തന്നെ കയറണം. ചില പ്രസംഗങ്ങൾ മനുഷ്യർക്ക് എല്ലാം കൂടെ പറഞ്ഞിട്ട് മഹത്വത്തിലേക്ക് കയറില്ല. പിന്നെ മനുഷ്യന്റെ മഹത്വത്തിന്റെ പുറകെ പോകും, സംഘടനയുടെ മഹത്വത്തിന്റെ പുറകെ പോകും, വ്യക്തികളുടെ മഹത്വത്തിന്റെ പുറകെ, കുടുംബങ്ങളുടെ മഹത്വത്തിന്റെ പുറകെ പോകും. പിന്നെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് നല്ലതുപോലെ ഓടി നല്ല സാക്ഷ്യം പ്രാപിച്ച അപ്പച്ചന്മാരുടെ മഹത്വത്തിന്റെ പുറകെ പോകും. പിന്നെ ഒന്നും പ്രാപിക്കാതെ അവിടെ ഇവിടെ അടിച്ചു തല്ലി തീർന്നിരിക്കുന്ന കുറെ പേരുടെ പുറകെ അങ്ങനെ പോകും. അങ്ങനെയല്ല പൗലോസ്. നമ്മുടെ കൂടെ പൗലോസ് വന്നിരുന്ന എത്ര പേര് പൗലോസിന് സ്റ്റേജ് കൊടുക്കും അറിയത്തില്ല. ഹല്ലേലൂയ. പൗലോസ് ഇവിടെ പറയുമ്പോൾ മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല. മനസ്സിലാക്കണം, ഈ മനുഷ്യർക്ക് മാനം കൊടുക്കുന്ന മനുഷ്യരുടെ ഇടയില് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ മനുഷ്യർക്ക് ഒരുവിധ ഗ്ലോറിയും ഇല്ലെന്ന് പ്രസംഗിക്കുമ്പോൾ പലർക്ക് അത് ഭയങ്കര ഭാരമാണ്. മനസ്സിലാക്കണം, മനുഷ്യൻ മഹത്വം എടുക്കുവാൻ വന്നു കയറേണ്ടുന്ന ഇടം ദൈവസഭയല്ല കേട്ടോ. ആളല്ല, ദൈവസഭയ്ക്കകത്തല്ല മനുഷ്യൻ മഹത്വം എടുക്കാൻ വരേണ്ടത്. അനേകർ മഹത്വം എടുക്കാൻ കടന്നു വരുന്നത് സഭയ്ക്കകത്താ, ഒരിക്കലും വരുത്. ഇവിടെ ദൈവത്തിന്റെ ഇടമാണ്, ദൈവത്തിന്റെ നാമമഹത്വത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട ഇടമാണ്. ഇവിടെ ഉയരപ്പെടേണ്ടത് യേശു ക്രിസ്തുവിന്റെ മഹത്വവും തന്നെ ലോകത്തിലേക്ക് അയച്ച സ്വർഗീയ പിതാവിന്റെ മഹത്വവും തന്നെയാണ്. അവന് മരണവാശങ്ങൾ അഴിച്ച് ഉയർപ്പിച്ച സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തെയാണ് അവിടെ വെളിപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിനുശേഷം ഗലാത്യ സഭയ്ക്ക് അവിടെ കൊടുക്കുകയാണ് കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭയ്ക്കും എഴുതുന്നത്. കണ്ടോ, എഴുതുന്നത് ഗലാത്യ സഭയ്ക്ക് എഴുതുന്നത്. വീണ്ടും എന്താ പറയുന്നത്? പിതാവായ ദൈവത്തിങ്കൽ നിന്ന്. നമ്മുടെ പ്രസംഗം ഇങ്ങനെ തന്നെയാണ്. ചിലർക്ക് ഇത് പറയാൻ അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. അത് ഹല്ലേലൂയ. അത് പ്രാപിക്കണം എന്നുകൊണ്ട് നമ്മൾ ആ വെളിപ്പാട് പ്രാപിക്കണം. നമ്മൾ ലോകത്തിലെ ആനുകാലിക സംഭവം എല്ലാം പറഞ്ഞുകൊണ്ട് പോകും. ഈ മർമ്മങ്ങൾ വെളിപ്പെടുത്തണം. ഇതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ക്രിസ്തു അനുവദിക്കണം. അത് നാം ഏൽപ്പിച്ചു കൊടുക്കണം. ആളെ കർത്താവ് വലിഞ്ഞു കയറി വരത്തില്ല കേട്ടോ, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ചിലർ അങ്ങനെ ചിന്തിക്കുന്നു, കർത്താവിനെ ഓടിച്ചിട്ട് പിടിച്ച് രണ്ടടിയിൽ നിന്ന് കുഞ്ചിക്ക് പിടിച്ച് കുനിച്ചിട്ട് പ്രസംഗിക്കണം. അങ്ങനെയൊന്നും കർത്താവ് ഇല്ല. ഒരുവൻ തന്നെത്താൻ ത്യജിച്ച് തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ
അനുഭവിക്കട്ടെ. അപ്പൊ ഈ ഓടിച്ചത് ആരെ? അത് സാത്താനൊക്കെ ആയിരിക്കും ഓടിച്ചത്. ചിലരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ എന്നെ ഓടിച്ചിട്ട് പിടിച്ച് കുത്തിരി പിടിച്ച് അവിടെ കൊണ്ട് ഇട്ട് എന്നെ കർത്താവാണ് ഏൽപ്പിച്ചു എന്ന്. ആ പിന്നെ പുറകെ നിന്നെ ആരെ ഓടിച്ചെന്ന് ശരിക്കും നീ നോക്കണം. ഹല്ലേലൂയ. അത് കർത്താവാകണമെന്നില്ല. എന്നാൽ ഇവിടെ നോക്ക്, ഇവിടെ വായിക്കുന്ന ഗലാത്യ സഭയ്ക്കകത്ത് പറയുന്നു, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം. നമ്മുടെ ദൈവവും പിതാവും. അപ്പൊ സ്വർഗീയ പിതാവ് എന്ന് വിളിക്കുമ്പോ ആരെയാ? പുത്രനെ അയച്ച പിതാവ് എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ആ പിതാവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്ക് ആർക്കും പിതാവിനെ കാണാൻ സാധിക്കുന്നില്ല. പിതാവിനെ കണ്ടത് പുത്രൻ മാത്രമേ ഉള്ളൂ. പിതാവിന്റെ മുഖം കണ്ടത് പുത്രനാകുന്ന യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എങ്ങനെ അറിഞ്ഞത്? അവൻ ജഡമെടുത്ത് ലോകത്തിൽ വന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. അവന്റെ വളരെ അപ്പോസ്തലന്മാരിലൂടെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ അതിന് തുണ നിൽക്കുന്ന അന്ന് 2000 വർഷം പറഞ്ഞു പോയ കാര്യത്തിന് എന്താ തെളിവ്? അന്ന് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഇന്ന് 2024 വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ഡിസംബർ മാസത്തിലും ദൈവം പകർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതാണ് ഇതിന്റെ തെളിവ്. 2000 വർഷം കൊണ്ട് തീർന്നതല്ല. 2000 വർഷത്തിലും ദൈവത്തിനുള്ളതിനെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ദൈവം ഈ ഭൂമിയുടെ മേൽ പരമേൽപ്പിച്ചിരിക്കുകയാണ്. പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവർ പിതാവിന്റെ സ്നേഹത്തിലേക്ക് അടുത്തു വരേണ്ടതിന് പുത്രന്റെ ശരീരയാഗത്തിന്റെ മഹത്വം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കണം, ഇതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വർഗീയ പിതാവിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, സ്വതന്ത്രം ഇവിടെ വായിക്കുന്നതാണ്, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, പിതാവിന്റെ ഇഷ്ടം എന്താ? പിതാവിന്റെ ഇഷ്ടം എന്താ? ഇന്ന് ഈ പിതാവിനെ കുറിച്ച് പറയുന്ന ഇഷ്ടം, നീ വലിയൊരു വീട്ടിൽ കിടക്കുന്നതാണോ പിതാവിന്റെ ഇഷ്ടം? നീ എന്താ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്, എന്താ റെജി പാസ്പോർട്ട് എടുക്കണം, റെജിയുടെ പാസ്പോർട്ട് എടുക്കണം എന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. ഒരു കള്ള പ്രവാചകൻ പറയുന്നതാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കണം, നിന്നെ അമേരിക്കയ്ക്കോ കാനഡയ്ക്കോ അയർലൻഡിലൊക്കെ വിടാൻ വേണ്ടി അത്ര ദാരിദ്ര്യം പിടിച്ച ദൈവം അല്ല ഈ ബൈബിളിൽ ഇരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എവിടെയെങ്കിലും നിന്നെ എത്തിച്ചിട്ട് എന്തെങ്കിലും തന്നിട്ട് നിന്നെ തൃപ്തിപ്പെടുത്താനല്ല ദൈവം ഇരിക്കുന്നത്. ഇതല്ല നിനക്ക് കർത്താവ് തരാനിരിക്കുന്നത്. നിന്റെ ദൈവ രാജ്യത്തിന് അവകാശിയാക്കണം. അപ്പൊ ചിലര് ജാമ്യം എടുക്കുന്ന എന്നാന്നറിയാവോ? ഇവിടെ നീ ഇങ്ങനെയൊക്കെ സുഖമായിട്ട് ജീവിച്ചിട്ട് അവസാനം അവിടെ കൂടെ ചെല്ലൂ എന്നാണ് പറയുന്നത്. ഈ ലോകത്തെ ത്യജിച്ചവരെ ചേർക്കാനാ കർത്താവ് വരുന്നത്. ഈ ലോകത്തെ ജയിച്ചവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, സ്വർഗത്തിലെ പിതാവ് സ്വപുത്രനെ നൽകിയത്. മനസ്സിലാകുന്നുണ്ടോ? ലോകത്തിൽ ഉപയോഗത്താൻ നശിച്ചു പോകുന്നതിനെ തന്നൂന്ന് പ്രസംഗിക്കുന്ന ബുദ്ധിഹീനരും ശാഠ്യക്കാരും ദ്രവ്യാഗ്രികളുടെ നടുവിലാണ് ഞാനും നീയും സ്വതന്ത്രം ഈ വിശുദ്ധ ജീവിതം നയിക്കുന്നത് എന്നും മറന്നു പോകരുത്. ആമേൻ. ആ വാക്യം ഒന്ന് തുറന്ന് ചിന്തിക്കുക. അവിടെ വാക്യം വായിക്കുന്നോട് വായിച്ചേ, പിതാവും പിതാവായ ദൈവത്തിന്റെയും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതും. കണ്ട് ഇവിടെ ശ്രദ്ധിക്കണം, എന്താണ് കർത്താവ് ചെയ്തത്? യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് നമ്മളെ വിടുവിക്കാനാണ്, രക്ഷിക്കാനാണ്. എവിടെ നിന്ന് രക്ഷിക്കാൻ? ഈ ദുഷ്ട ലോകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ്. അപ്പൊ ചോദിക്കും, നമ്മൾ രക്ഷിക്കപ്പെട്ട നാള് നമ്മളെങ്ങ് കൊണ്ടുപോകാനാണോന്ന്? അത് നമ്മുടെ ഓരോരുത്തരുടെ ചോദ്യം. ആമേൻ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മളുടെ പാപങ്ങൾ നിമിത്തം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ കണ്ടോ, ദുഷ്ട ലോകത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കേണ്ട, ദുഷ്ടലോകത്തെ നമ്മൾ വിടുവിക്കേണ്ട, നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ പിതാവായ ദൈവത്തിന്റെ ആഹ്വാനപ്രകാരം ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. പുത്രൻ ഏൽപ്പിക്കാതെ ബലമായിട്ട് നടക്കുകയില്ല. കാര്യം പുത്രൻ ഏൽപ്പിച്ചേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, ഗത്സമനയിൽ യേശു കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് തീവെട്ടി പന്തങ്ങളുമായിട്ട് മഹാപുരോഹിതന്മാരുടെ ദാസന്മാരും പട്ടാളവും എല്ലാം വന്ന് കർത്താവിനെ വളയുന്നത്. അവിടെ വന്ന സമയത്ത് ഈ പട്ടാളം വന്ന് സ്വതന്ത്രം കർത്താവിനെ വളഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വതന്ത്രം ഹല്ലേലൂയ സ്വതന്ത്രം പത്രോസ് വാള് ഊരി സ്വതന്ത്രം അവിടെ മൽക്കോസ് എന്ന പുരോഹിതന്റെ ദാസന്റെ കാതറത്തു കളഞ്ഞു. നമുക്ക് ചരിത്രം അറിയാം. എന്നാൽ അവിടെ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വതന്ത്രം കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. പത്രോസിനോട് പറയുന്നത്, പത്രോസേ നിന്റെ വാൾ ഉറയിട്,
ആ വാളെടുക്കുന്ന വാളാൽ നശിച്ചു പോകും. അടുത്തത് കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം, ഞാൻ ഇപ്പോൾ അപേക്ഷിച്ചാൽ എത്രയാ സ്തോത്രം 30 ലഗ്യോനിലധികം ദൂതന്മാരെ എനിക്ക് സ്തോത്രം അയച്ചു തരത്തില്ല എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കറിയാം, ഒറ്റ ദൂതനാണ് ഇറങ്ങി എവിടെ ചെന്നെന്നറിയാവോ? ഒരൊറ്റ ദൂതനാണ് സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, അവിടെ സ്തോത്രം അവിടെ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു പാളയത്തിൽ ഒരു ദൂതനെ ദൈവം അയച്ചു. 1,30,000 പേര് ഒറ്റ രാത്രി സൈലന്റ് അറ്റാക്ക് തീർന്നുപോയി. വേറൊന്നും ചെയ്തില്ല, ദൂതൻ അതിന്റെ നടുവിൽ നടന്നുള്ളൂ. ഒരു ദൂതന്റെ ശക്തി 1,00,000 ചില്ലുവാനം പേരെ ഭൂമിയിൽ നിന്ന് മാറ്റാൻ ഇടയായി തീർന്നെങ്കിൽ തിരിച്ചറിയണം, 30 ലഗ്യോനിലധികം ദൂതന്മാരെ എന്ന് പറഞ്ഞാൽ എത്ര അധികമാണെന്നറിയാം. അതിൽ ഒരു ദൂതൻ വേണ്ട അവിടെ നിൽക്കുന്നവരെ തീർക്കാൻ. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. കർത്താവ് ഇവിടെ പ്രത്യക്ഷമാകട്ടെ, ദൂതൻ ഇവിടെ ഇറങ്ങട്ടെ, തന്റെ ദാസൻ ഇവിടെ സൂക്ഷിക്കപ്പെടുന്ന ഒരൊറ്റ വാക്കിനാൽ അവിടെ പിന്നെ ആ ഗത്സമന തോട്ടം കാണത്തില്ല അവിടെ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, അതിന്റെ നടുവിൽ സ്തോത്രം മനസ്സിലാക്കണം, പുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം. പുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അത് പിതാവിന്റെ നീതി വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ പുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകത്തുള്ളൂ. അപ്പൊ മനസ്സിലാക്കണം, എന്തിനാണ് ഈ ദുഷ്ട ലോകത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കേണ്ടതിനാണ്. അതിന്റെ കൂടെ നമ്മൾ തിരിച്ചറിയണം, എന്തിനാണ് നമ്മളിവിടെ എടുത്ത് അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയാണോ? അല്ല, നമ്മെ ദൈവരാജ്യത്തിൽ എത്തിക്കാനാണ് പദ്ധതി. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ ഇരിക്കേണ്ട ആവശ്യം എന്താണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തില് സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ 14-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. 14-ാം വാക്യം മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം മുതൽ കിട്ടിയവർക്ക് വായിക്കാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവർക്ക് എന്റെ വചനം കൊടുത്തിരിക്കുന്നു. സ്തോത്രം. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി യേശു ക്രിസ്തു ഭൂമിയിൽ ഇരുന്നപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, മഹാപുരോഹിത പ്രാർത്ഥനയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വളരെ ശ്രദ്ധേയമായ കാര്യം ഇതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചു. മനസ്സിലാക്കണം, നമ്മൾ ലോകമോഹത്തിൽ നടക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെ പകയ്ക്കുന്നത്. ലോകം നമ്മളെ മാടി മാടി വിളിക്കുന്ന സുഖങ്ങളിലോട് നമ്മൾ നോ പറയുമ്പോൾ നമ്മൾ അതേ ബന്ധനത്തിലും മോഹത്തിലും ഇരിക്കുന്ന മനുഷ്യർക്ക് അത് വളരെ വലിയ വേദനയാണ്. ഒത്തിരി പേര് ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, വിശ്വാസ ബന്ധക്കോസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവർ മരുന്നെടുക്കത്തില്ല. നിങ്ങളും മരുന്നെടുക്കുവോ? ചിലർക്ക് അറിയാവുന്ന വലിയൊരു ചോദ്യം, മരുന്നെടുക്കുവോ? ഞാൻ പറയട്ടെ, ഈ ശരീരം മരുന്നുകൊണ്ട് നശിപ്പിക്കരുതെന്ന് ദൈവസന്നിധിയിൽ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മരുന്നിനോട് നോ പറഞ്ഞ് പ്രാർത്ഥനയുടെ ശക്തിയാൽ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ഒത്തിരി വിശുദ്ധന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അത് ഗ്രഹിക്കാൻ പ്രാപ്തിയില്ലാത്തവൻ ഹോസ്പിറ്റലിൽ കൊണ്ടേ ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ശരണപ്പെടുമ്പോൾ അവർക്ക് അവരെപ്പോഴും ചിന്തിക്കുന്നത് എല്ലാവരും സ്വാഭാവികമായി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, അതില്ലാത്തൊരു ജീവിതം കഴിയത്തില്ലെന്നുള്ള ആ ഒരു ചിന്താധാരയില്ല. സ്തോത്രം. ആ വിശ്വാസം പ്രാപിച്ചവർ, ഏത് വിശ്വാസം? സ്തോത്രം. ഒരു മരുന്ന് കൊണ്ടും എന്റെ ശരീരത്തെ സൗഖ്യമാക്കേണ്ട ദൈവകൃപയാൽ, കർത്താവിന്റെ കൃപയാൽ എന്റെ ശരീരത്തിന്മേലുള്ള രോഗങ്ങൾ മാറ്റപ്പെടുമെന്ന് ദൈവകൃപയിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ലോകമാണ്. കാരണം എന്നാണെന്നറിയാമോ? ലോകമോഹത്തെ ജയിക്കാൻ പഠിക്കാത്തവരാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ച ഒരു മൂക്കിപ്പനി പോലും മാറ്റാൻ കെൽപ്പില്ലാത്തവരുണ്ടെന്ന് ഓർക്കണം വിശ്വാസകോളത്തിൽ. ഹല്ലേലൂയ. പലതും പ്രാർത്ഥനയുടെ കോട്ടയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അതിനകത്ത് വിടുതൽ കാണുവാൻ റെഡിയാകാത്തൊരു തലമുറയിലാണ് ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത്. എന്നാൽ ഇവിടെ വചനം പറയുന്നത് ശ്രദ്ധിക്കണം, ഞാൻ അവർക്ക് സ്തോത്രം നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. അടുത്ത് ഞാൻ ലൗകികനല്ലാത്തത്. യേശു ക്രിസ്തു ലൗകികനല്ല. അടുത്തത് അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വന്നാൽ ഈ ലോകമോഹത്തോട് ഗുഡ് ബൈ പറയണം. ലോകം ഓടുന്നതിന് കൂടെ നീ ഓടരുത്. ഹല്ലേലൂയ. പലരും പലതിന്റെ ട്രെൻഡിന്റെയും ഫാഷന്റെയും പുറകെ ഓടുമ്പോൾ നീ പോകരുത്. നിനക്ക് ആവശ്യമുള്ളതേ നീ എടുക്കാവുള്ളൂ. ഹല്ലേലൂയ. ഏതെങ്കിലും ഒന്ന് പോകുന്നത് പോലെ തന്നെ പോകണമെന്നുള്ള ആഗ്രഹം വിട്ട് നിനക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ചിലർക്ക് തൃപ്തിയില്ല, ഒന്നിലും തൃപ്തിയില്ല. മകനെ, നിന്റെ ജീവിത ഓട്ടം വലഞ്ഞു പോകും കേട്ടോ. അനേകര് വലഞ്ഞു പോയി, അനേകര് വലഞ്ഞ് തകർന്നു കിടക്കുന്നവരുണ്ട് ഇതിന്റെ അകത്ത്.
ഹല്ലേലൂയ. മനസ്സിലാക്കണം, വലഞ്ഞു പോകരുത്. കർത്താവ് പറഞ്ഞു തന്നെ, ഞാൻ ലൗകികനല്ല, അവരും ലൗകികരല്ല. അപ്പോൾ കർത്താവിന്റെ പ്രാർത്ഥന ആർക്കാണ് എഫക്റ്റീവ് ആകുന്നത്? ലൗകികന ലോകമോഹത്തിന്റെ പുറകെ പോകാത്തവൻ മാത്രമാണ് കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഫലം ഉണ്ടാകത്തുള്ളൂ. നീ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിന്റെ ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവം, നീ ഒരു ലൗകികനാണെങ്കിൽ നിന്റെ പ്രാർത്ഥന തള്ളപ്പെടും. ആമേൻ. വായിച്ചത് ഒന്ന് വായിച്ചേ. ഞാൻ അവർക്ക് നിന്റെ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചിലര് നിങ്ങൾ ഈ പറയുന്ന പോലെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരും, ലോകത്തിൽ നിന്ന് എടുക്കപ്പെടേണ്ടി വരുമല്ലോ. പക്ഷെ അങ്ങനെയല്ല അതിന്റെ മറുപടി. എന്താണെന്നറിയാവോ? നിങ്ങൾ ലോകത്തെ ജയിച്ച് ജീവിക്കുന്നത് എന്നാ പറ്റാത്ത? അവിടെയാണ് സാത്താൻ ചിലരുടെ മനസ്സിനെ കുരുക്കിയിട്ടിരിക്കുന്നത്. ചിലർക്ക് അവിടെ ജയിക്കാൻ കഴിയുന്നില്ല. ഉടനെ ദൈവകൃപയിൽ ഇരിക്കുന്നവരെ പകയ്ക്കുകയാണ്. സാത്താൻ കയറി വരുന്നതാണ്. അനേക മനുഷ്യരുടെ ജീവിതത്തിലും ശരീരത്തിലും ഈ സാത്താൻ കയറിയിട്ട് ഉടനെ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരുമല്ലോ. സാത്താനാണോ സംസാരിക്കുന്നത്? അവനിലെ പാപ സ്വഭാവത്തെയാണ് എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ തിരിച്ചറിയണം. ആ വചനം നമുക്കൊന്നുകൂടെ നോക്കാം. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല. പിന്നെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം. കണ്ട, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം. കാര്യം ദുഷ്ടലോകത്തിൽ ലൗകിക സുഖങ്ങൾ കിടപ്പുണ്ട്. ദുഷ്ടലോകമാണ് ഈ ഭൂമി, അല്ലെ? ദുഷ്ടന്റെ അധീനതയിലാണ് ഈ ഭൂമി. ആമേൻ. ഹല്ലേലൂയ. അവിടെ നമുക്ക് കർത്താവ് പ്രൊട്ടക്ഷൻ ഒരുക്കുകയാണ്. നാം അനുദിനം അനുഭവിക്കുന്ന സംരക്ഷണം എന്താണെന്നറിയാവോ? സാത്താനിൽ നിന്നുള്ള വിടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ എന്നതാ? എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ലൗകിക മോഹങ്ങൾ ജനിക്കാത്ത, അതിനെ ജയിച്ച വിശുദ്ധന്മാരുണ്ട്. ലോകമോഹത്തെ ജയിച്ച വിശുദ്ധന്മാരുണ്ട്. അവരുടെ ജീവിതം സാത്താന്റെ കയ്യിൽ അകപ്പെടാതെ വേണം ക്രിസ്തു സൂക്ഷിക്കുകയാണ്. അങ്ങനെയാണ് വചനം പറയുന്നത്. അപ്പൊ ലോകമോഹത്തിൽ വീണവന്റെ കാര്യത്തിൽ ദൈവം നോക്കുന്നുണ്ടോ? നോക്കുന്നില്ല. കാര്യം അവൻ അതിനെ ജയിക്കുവാൻ ദൈവം ട്രീറ്റ്മെന്റിലൂടെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ജയിച്ചവരുടെ കാര്യമാണ് ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ട്? ലോകത്തെ ജയിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. ചിലർ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ലോകത്തിന്റെ ആ ഓട്ടത്തിന്റെ കൂടെ ഓടിയൊക്കെ പോകണം. അങ്ങനെ പോകാൻ പറയുന്നില്ല. കാര്യം ഇത് ദുഷ്ടലോകമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, എല്ലാ ഫാഷനുകളും, എല്ലാ ട്രെൻഡുകളും, എല്ലാ കൾച്ചറുകളും ഇങ്ങനെ വളരെ വേഗത്തിൽ മുന്നേറുകയാണ്. ലോക മനുഷ്യൻ പറയുന്നത് അത് ലോകത്തിന്റെ പുരോഗതിയാണ്. അതിലങ്ങ് സന്തോഷിക്കുന്നു. അതിനെക്കുറിച്ച് പുകഴ്ത്തി 100 പേര് സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് 100 ഡിസ്കഷനുകളും സെമിനാറുകളും നടത്തുന്നു. പല ഡിപ്പാർട്ട്മെന്റുകളും പല വിങ്ങുകളും ഇതിനോടുള്ള ബന്ധത്തിൽ അവരവരുടെ സെക്ടറുകളെ കുറിച്ച് ഇങ്ങനെ ജ്വലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം, ദൈവ വൈതലെ, നീ അതിന്റെ കൂടെ പോകരുത്. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുവാനിരിക്കുകയാണ്. അപ്പോൾ ആ വാക്യം ശ്രദ്ധിക്കണം. അതിന്റെ നടുവിൽ സ്തോത്രം. എന്താണ് അവിടെ വാക്യം വായിക്കുന്നത്? ആ വാക്യം വായിച്ചേ. അവര് ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല. 15-ാം വാക്യം. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല. കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപേക്ഷ എന്ന് പറഞ്ഞത് സാത്താന്റെ കയ്യിൽ വീണുപോകാതെ സൂക്ഷിക്കണമെന്നാണ് അപേക്ഷ. അപ്പോൾ അതിന്റെ അകത്ത് വളരെ പ്രാധാന്യമുണ്ട്. കർത്താവ് അപേക്ഷിക്കുന്നിടത്തൊക്കെയും അപ്പോൾ ഒരു ദൈവമായത് ഒരു ഭക്തൻ ഒരു പ്രയാസത്തിന്റെ, ഒരു പോരാട്ടത്തിന്റെ നടുവിൽ കരയുമ്പോൾ അവന്റെ ഭക്തി നിലനിൽക്കേണ്ടത് പിശാചിന്റെ ആവശ്യമല്ല, പാപ മനുഷ്യന്റെ ആവശ്യം. ലോകത്തിന് അങ്ങനെ ഒരു ആവശ്യമില്ല. ഒരു വിശുദ്ധന്റെ നിലനിൽപ്പിന് ലോകം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ നിലനിൽപ്പിന് ആഗ്രഹിക്കുന്ന ഒരുവനേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലർക്കും അത് അസ്വസ്ഥതയാണ്, പലർക്കും അത് കണ്ണുകടി, അത് പലർക്കും അത് എരിവായി തീരും, പലർക്കും അത് വിരോധമായി തീരും. കാരണം എന്താണ്? നീ ലോകത്തെ ജയിച്ചു. അതുകൊണ്ട് ലോകം നിന്നെ പകയ്ക്കുകയാണ്. ലോകം പറയുന്നു നിങ്ങൾക്ക് ഇവിടുന്ന് പൊയ്ക്കൂടെ. ലോകം പറയുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് പൊയ്ക്കൂടെ. ഇതല്ലേ പറയുന്നേ? അന്ന് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേട്ടാ അറിയാം. നിനക്ക് ഇവിടുന്ന് പോകത്തില്ലേ, ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ലേ. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കേണ്ട ആവശ്യം പിശാചിനും സാത്താന്റെ സന്തതികൾക്കുമല്ല, ക്രിസ്തുവിനും അവന്റെ രാജ്യത്തിനു വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. ഈ യുദ്ധത്തിന്റെ മുറകളെയും അതിന്റെ തലങ്ങളെ ഗ്രഹിക്കുന്നവർക്കേ ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന വാക്കുന്നുണ്ട്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല
ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം. അവരെ കാത്തുകൊള്ളണം എന്നത്രേ. അപ്പോൾ കാക്കുന്നത് ആരാണ്? ആരോടാ ഇപ്പോൾ ഇത് പ്രാർത്ഥനയല്ല, മഹാപുരോഹിത പ്രാർത്ഥനയാണെങ്കിലും പറഞ്ഞു എന്ന് ക്രിസ്തു പറയാണ്. അപ്പോൾ നമ്മെ സാത്താന്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവമാണ് നമ്മളെ സാത്താന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നത്. അതിന് ക്രിസ്തു എന്ത് ചെയ്തു? നമ്മുടെ പോരായ്മകളെയും കുറവുകളെയും കാൽവരി മരണത്താൽ നീക്കി നമുക്ക് വേണ്ടി അപേക്ഷിച്ചു. നാം എന്ത് ചെയ്യണം? നമ്മൾ ലോകമോഹങ്ങളിൽ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും നമ്മൾ വിടുവിക്കണം. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കും. ഇതാണ് സംസാരിക്കുന്നത്. കർത്താവ് പറഞ്ഞത് എന്താ? അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, സദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണം. ആരെ കാക്കേണ്ടത്? പിതാവ് കാത്തുകൊള്ളണം. എന്നെയും നിങ്ങളെയും പിതാവ് കാത്തുകൊള്ളണം. പിതാവ് എങ്ങനെയാണ് കാക്കുന്നത്? സ്വപുത്രന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ ഈ ഭൂമിയിൽ ജഡത്തെ, ലോകത്തെ, പാപത്തെ, പിശാചിനെ, ഇത് നാലിനെയും ജയിച്ച് ജീവിക്കുന്നവരെ ഈ ഭൂമിയിൽ പാപികളുടെ നടുവിൽ തെളിയിച്ചെടുക്കേണ്ടത് സ്വർഗീയ പിതാവിന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെയാണ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ സ്വന്തം ഈ പാപ സ്വഭാവം വെളിപ്പെടുകയോ സ്വന്തം പാപത്തിന്റെ മോഹങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ അതിന്റെ തള്ളലിൽ നമ്മൾ വീണുപോകാതെ നിലനിൽക്കുന്ന വിധം നമ്മെ സ്വർഗം തെളിയിക്കുകയാണ്. ദൂതന്മാരുടെ മുമ്പിൽ തെളിയിക്കുകയാണ്. സാക്ഷികളുടെ വലിയ സമൂഹത്തിന് മുമ്പിൽ നമ്മളെ തെളിയിക്കുകയാണ്. കാര്യം നമ്മളെ ലോകത്തിൽ ഇരുത്തിക്കൊണ്ട് തന്നെ സാത്താന്റെ പ്രവൃത്തികളെ ജയിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ അടയാളമാക്കി വെക്കുകയാണ്. പൈശാചിക മണ്ഡലങ്ങൾക്ക് അടയാളമാക്കുകയാണ്. പാപ മനുഷ്യരുടെ നടുവിൽ അടയാളമാക്കുകയാണ്. വിശുദ്ധിയുടെ അടയാളം. പാപികളുടെ നേർക്ക് ഒരു കൈ അവർക്ക് എതിരായിട്ട് ചൂണ്ടുകയാണ്. ഇതിനാണ് എന്നെയും നിന്നെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ആ വാക്യം വായിച്ച അടുത്ത വാക്യം വായിച്ചേ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ. കണ്ടോ? യേശു ക്രിസ്തു പറയുന്ന ഒറ്റക്കാര്യം, ഞാൻ ലൗകികനല്ല. സ്തോത്രം. നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ ലൗകികനല്ല, എന്റെ തീരുമാനം ലൗകികമല്ല. ട്രെൻഡുകളുടെ ഭാഷന്റെ ലോകത്തിന്റെ പുറകെ അല്ല പോകുന്നത്. തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ തന്നെ മുന്നേറുന്നതെന്ന് ആത്മാർത്ഥമായി പറയുവാൻ സ്തോത്രം ഒരുക്കമുള്ള എത്ര പേരുണ്ട്? വായിച്ചേ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അല്ലാത്തതുപോലെ അവരും ലൗകികന്മാര് അല്ല. അടുത്തത് സത്യത്തിൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാവുന്നു. അവിടെ വായിക്കുന്നത് അവര് ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. അപ്പൊ ലൗകിക മോഹങ്ങൾ വിട്ടുമാറിയവനാണ് വിശുദ്ധൻ. കണ്ടോ? അപ്പൊ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അപ്പൊ എന്താണ് പിതാവ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ലോകമോഹത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ തിരിച്ചുകൊണ്ടിരിക്കും. സഹോദരൻ, പലയിടത്തും മോഹത്തിൽ വീണുപോകാൻ സാധ്യത വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ച് അതിൽ നിന്ന് ജയിച്ചു കയറും. അപ്പോൾ സ്വർഗത്തിലെ പിതാവ് നമ്മളെ കാണുകയും സാത്താൻ അവകാശം പറയുകയും ചെയ്യുമ്പോൾ സാത്താന്റെ കയ്യിൽ നമ്മളെ വിടുവിക്കുകയും ചെയ്യും. അപ്പോൾ സാത്താന്റെ ഒരു ഘടകവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ സാത്താൻ നമ്മുടെ മേൽ അവകാശം പറയാതെ വരും. അവൻ നമ്മുടെ മേൽ അവകാശം ഇല്ലാതെ വരും. അപ്പോൾ നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. ഈ വചനങ്ങളെ സ്വർഗം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാരുമല്ല നമ്മൾ ഇത് പ്രാപിച്ചിരിക്കുന്ന മനസ്സിലാക്കണം. കർത്താവിന്റെ വലിയ കൃപയാണ് നമ്മൾ ഇന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ വലിയ സത്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ നീതീകരിച്ചിരിക്കുന്നത് കർത്താവാണെങ്കിൽ നമ്മളെ ഒരു ദുഷ്ടശക്തിക്ക് കുറ്റപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. കാരണം കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ലോകത്തിന്റെ മോഹത്തിൽ അവർ പെടുന്നില്ല. അവരെ ലോകത്തിൽ ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതെ വേണം പിതാവ് നീ കാൽക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലം ഇന്ന് പകൽവേള എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് പ്രസാദിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരം നമ്മുടെ നടുവിലുള്ളതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പലവിധ പ്രതിസന്ധികളുടെ നടുവില്, പല വെല്ലുവിളികളുടെ